ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് 1924 അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരനായ റിച്ചാർഡ് കേണലിന്റെ ഒരു കഥയാണ്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലുപ്പമേറിയ മാർജാര വർഗത്തിൽപ്പെട്ട ജാഗ്വാറുകളെ വേട്ടയാടുവാൻ വേണ്ടി റിയോ ഡി ജനീറോയിലേക്കുള്ള കപ്പൽ യാത്രക്കിടയിൽ അതിസാഹസിക യാത്രക്കാരനും അതിലുപരിൽ ഏറ്റവും വലിയ വേട്ടക്കാരനുമായ റെയിൻസ്ഫോർഡ് അപ്രതീക്ഷിതമായി ഒരു ചെറു ദ്വീപിൽ എത്തിപ്പെടുന്നതും അദ്ദേഹത്തിന് അവിടെ നേരിടേണ്ടി വന്ന അതിവിചിത്രമായ സാഹചര്യങ്ങളുമാണ് ഞാൻ ഈ കഥയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. ജാഗ്വാറുകളെ വേട്ടയാടാൻ വേണ്ടിയുള്ള കപ്പൽ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ ഏറെയായി. നമ്മുടെ ഇന്നത്തെ കഥയിലെ കഥാനായകനായ റെയിൻസ്ഫോർഡിനെയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ പിറ്റ്നിയെയും നമുക്കിപ്പോൾ ആ കപ്പലിൽ കാണാം. നമ്മുടെ ഇന്നത്തെ കഥയിൽ നമ്മൾ റെയിൻസ്ഫോർഡായിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നമ്മളിലൂടെയാണ് കഥ മുന്നിലേക്ക് നീങ്ങുന്നത്. ഞാൻ എന്നായിരിക്കും ഇനിയും പറയുന്നത്. കപ്പൽ ഇപ്പോൾ ആടി ഉലഞ്ഞുകൊണ്ട് ആ കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി തന്റെ കറുത്ത കമ്പളം കൊണ്ട് കപ്പലിനെയും ചുറ്റുപാടിനെയും മൂടിക്കഴിഞ്ഞിരുന്നു. ചുറ്റുപാടും കൂരിരുട്ട്. ഊഷ്മളമേറിയ ആ തണുത്ത കാറ്റ് ആ രാത്രിയിൽ എന്നെയും എൻ്റെ സുഹൃത്തിനെയും തഴുകി കടന്നു പോയിക്കൊണ്ടേയിരുന്നു. കടലിന്റെ ഇരമ്പലുകൾ കേൾക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം ആസ്വദിച്ച് അവിടെ നിൽക്കുന്ന സമയം എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമ്മൾ നിൽക്കുന്നതിൻ്റെ അങ്ങ് വലതുവശത്തായി ഏതോ ഒരു ദ്വീപുണ്ടെന്ന് ആരോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് തികച്ചും നിഗൂഢതകൾ നിറഞ്ഞ ഒരു ദ്വീപാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തികഞ്ഞ ആശ്ചര്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു, ഏത് ദ്വീപാണത്? അപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി നൽകിയത് ഇങ്ങനെയാണ്: പഴയ ഭൂപടങ്ങളിൽ ആ ദ്വീപിനെ സൂചിപ്പിച്ചിരിക്കുന്നത് കപ്പൽ കെണി എന്നാണ്. അതുമാത്രമല്ല, ഈ ഭാഗങ്ങളിലെത്തുമ്പോൾ നാവികർക്ക് നല്ല ഭയവും ആശങ്കയും ഉണ്ട്. അദ്ദേഹം പറഞ്ഞു. എന്നാൽ എനിക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് കേട്ട എൻ്റെ സുഹൃത്ത് വിഗ്നി എന്നോട് പറഞ്ഞു. ചിരിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല കണ്ണുകളാണ്. അത് പറയുവാനും ഏറെ കാരണങ്ങളുണ്ട്. ശൈത്യകാലത്ത് ഏകദേശം 400 അടി അകലെയുള്ള തവിട്ട് നിറത്തിലുള്ള കുറ്റിക്കാടിൽ നിന്നും ഓടിപ്പോയ ഒരു മാനിനെ നിങ്ങൾ വെടിവെച്ചിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള താങ്കൾക്ക് ചന്ദ്രനില്ലാത്ത ഈ കരീബിയൻ കടലിലെ ഈ രാത്രിയിൽ 4 മൈലുകൾ അപ്പുറമുള്ള ദ്വീപ് കാണാൻ കഴിയുന്നില്ലെന്നോ? ആശ്ചര്യം തന്നെ. അതിന് മറുപടിയായി ഞാൻ പറഞ്ഞത്, 4 മൈലെന്നല്ല, 4 അടി പോലും മുന്നിലേക്ക് എനിക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നാണ്. എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ രാത്രി അവൻ്റെ കമ്പളം കൊണ്ട് മൂടിയിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: റിയോ ആകുമ്പോഴേക്കും ഈ രാത്രിയുടെ കട്ടി കുറയും. അതുമാത്രമല്ല, നമ്മൾ പർഡി തോക്ക് കമ്പനിയിൽ ഓർഡർ ചെയ്തിരിക്കുന്ന അമേരിക്കൻ പുലികളെ വെടിവെച്ച് കൊല്ലാൻ സാധിക്കുന്ന തോക്കുകൾ നമ്മൾ റിയോയിൽ എത്തുമ്പോഴേക്കും അവിടെ എത്തിയിരിക്കും. അതുമാത്രമല്ല, നമുക്ക് ആമസോൺ വനങ്ങളിൽ കൂടുതൽ വേട്ട നടത്തേണ്ടതുണ്ട്. നായാട്ടെന്നത് അതിമനോഹരമായ ഒരു വിനോദമാണ്. അതുമാത്രമല്ല, ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലൊരു വിനോദം കൂടിയാണ് നായാട്ട്. ഞാനൊന്നും മൂളി. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയാൻ തുടങ്ങി, എന്നാൽ ഇരമൃഗത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും നല്ലൊരു വിനോദമല്ല. ഞാനപ്പോൾ അവനോട് നിർത്തുവാൻ പറഞ്ഞു. നീ ഒരു നായാട്ടുകാരനാണ്, അല്ലാതെ നീ തത്വചിന്തകക്കാരനോ ഒന്നുമല്ല. വേട്ടമൃഗത്തിന് എന്തു തോന്നും, വേട്ടക്കാരന് എങ്ങനെയാണ് തോന്നുക എന്നൊക്കെ പറയുവാൻ. എന്നാലും ഇരമൃഗത്തിന് മരണഭയവും വേദനയും അവർക്ക് തോന്നുകയില്ലേ? അസംബന്ധം. ഈ കാലാവസ്ഥ നിന്നെ ഒരു മൂഢനാക്കുകയാണ് വിഗ്നി. ഞാൻ അദ്ദേഹത്തിനോട് മറുപടി നൽകി. നീ ഉചിതമായൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ 2 വിഭാഗക്കാരെ കൊണ്ടാണ്. ഒന്ന് വേട്ടയാടുന്നവരും മറ്റൊന്ന് വേട്ടയാടപ്പെടുന്നവരും. ഭാഗ്യവശാൽ നിങ്ങളും ഞാനുമെല്ലാം ഉൾക്കൊള്ളുന്നത് വേട്ടക്കാരുടെ ഭാഗത്താണ്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, നമ്മളിപ്പോൾ ആ ദ്വീപ് പിന്നിട്ട് കാണുമോ? അദ്ദേഹം മറുപടി പറഞ്ഞു, സാധ്യതയില്ലാതില്ല, നമ്മൾ ചിലപ്പോൾ പിന്നിട്ട് കാണണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്കങ്ങനെ തോന്നുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആ ദ്വീപിന് ഒരു അപഖ്യാതിയുണ്ട്. ഞാൻ ചോദിച്ചു, നരഭോജികൾ എന്നാണോ? അങ്ങനെയും പറയാം, അദ്ദേഹം മറുപടി നൽകി. നിങ്ങളിന്ന് ശ്രദ്ധിച്ചിരുന്നു, കപ്പലിലെ ജീവനക്കാരുടെ നരമ്പുകളെല്ലാം ഇളകിമറിഞ്ഞ അവസ്ഥയിലായിരുന്നുവെന്ന്? ഞാൻ പറഞ്ഞു, അതെ, ശ്രദ്ധിച്ചിരുന്നു. ഒരുപക്ഷെ ഈ ദ്വീപിനെ പറ്റിയുള്ള ചിന്തകളായിരിക്കാം അതിനുള്ള കാരണം. എങ്ങനെയൊക്കെയോ ഈ നശിച്ച ദ്വീപിനെ പറ്റിയുള്ള നാടോടി കഥകൾ അവരുടെ മനസ്സിനും ഭീതി നിറച്ചിരിക്കണം. നരഭോജികൾ പോലും വസിക്കുവാൻ മടിക്കുന്ന ശാപം കിട്ടിയ ഒരു ദ്വീപാണത്. ദൈവം പോലും കൈവിട്ട ദ്വീപ്, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ഇന്ന് ജീവനക്കാരുടെ മുഖത്തും അവരുടെ ശരീരഭാഷകളിലുമെല്ലാം ആ പേടി മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. നമ്മുടെ ഷിപ്പിന്റെ ക്യാപ്റ്റനില്ലേ,
ആ നീൽസൺ, ആ സ്വീഡൻകാരൻ കിളവൻ, അദ്ദേഹത്തിന്റെ മുഖത്തിലും ഇന്ന് ഭയവും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും തികച്ചും വിചിത്രവുമായിരുന്നു. വേണമെങ്കിൽ അദ്ദേഹം ചെകുത്താന്റെ അരികിൽ പോലും പോയി ഒരു തീ ചോദിച്ചെന്ന് വരാം. എന്നാൽ അദ്ദേഹത്തിന്റെ ഇന്നത്തെ നോട്ടം അതിഭയാനകമായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ദ്വീപിനെ ഇത്രയും ഭയക്കുന്നത്? അപ്പോൾ ആ ക്യാപ്റ്റൻ എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലേ ഈ ദ്വീപിനെ പറ്റി, അല്ലെങ്കിൽ ഈ ചുറ്റുപാടിനെ പറ്റി? ഈ ചുറ്റുപാടും വിഷമയമായതുപോലെയൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ? ഇതായിരുന്നു ഞാൻ ആ ക്യാപ്റ്റനോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി. എൻ്റെ സുഹൃത്ത് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ ദ്വീപിന്റെ അരികിലേക്ക് എത്താറായപ്പോഴേക്കും കടൽ ശാന്തമായതുപോലെ, തണുപ്പ് കൂടിയതുപോലെ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. മനസ്സാകെ മരവിച്ച് നിൽക്കുന്നത് പോലെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അസംബന്ധം. ഒരു അന്ധവിശ്വാസിയായ നാവികന് അദ്ദേഹത്തിന്റെ കപ്പലിലെ എല്ലാ ജീവനക്കാരുടെ മനസ്സിലേക്കും ഭയം നിറയ്ക്കുവാനാകും. അതിന് മറുപടിയായി പിറ്റ്നി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ഹീനമായ പ്രദേശമാണ് ആ ദ്വീപ്. സൂര്യന്റെയും ശബ്ദത്തിന്റെയും അല്ലെങ്കിൽ പ്രകാശത്തിന്റെയും ദുഷ്ടതയ്ക്കും അവയുടെ കമ്പനം പ്രക്ഷേപണം ചെയ്യുവാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ആ സ്ഥലത്തെത്തിയപ്പോൾ അങ്ങനെയൊരു തോന്നൽ എനിക്ക് തോന്നിയത്. എന്തായാലും ഇപ്പോൾ ആ ദ്വീപിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കുവാൻ പോകുകയാണ് എന്ന ഒരു തോന്നൽ എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ കിടക്കുവാൻ പൊയ്ക്കോട്ടെ റെയിൻസ്ഫോർഡ്? എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ കപ്പലിന്റെ മുകളിലേക്ക് പോകുകയാണ്. ഒരു പുക കൂടി എനിക്ക് എടുക്കേണ്ടതുണ്ട്. എന്നാൽ താങ്കൾ പോയി കടന്നോളൂ. ശുഭരാത്രി, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന് വിട നൽകിക്കൊണ്ട് ഞാൻ കപ്പലിന്റെ മുകളിലേക്ക് പോയി. താഴെ നിന്നുകൊണ്ട് എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, നാളെ പ്രഭാത ഭക്ഷണ സമയത്ത് നമുക്ക് കാണാം. ഞാൻ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു കയറി. അവിടെ അല്പസമയം ഇരുന്നു. ഇരുട്ടിൽ കൂടി ആ കപ്പലിനെ മുന്നിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ആ എഞ്ചിന്റെ ശബ്ദവും കപ്പലിന്റെ പ്രൊപ്പല്ലർ വെള്ളത്തെ ചുഴറ്റി പുറത്തേക്ക് തള്ളുമ്പോഴുണ്ടാകുന്ന അലയടിയും ആ ചുഴറ്റിയ ശബ്ദവുമല്ലാതെ മറ്റൊന്നും എനിക്ക് കേൾക്കുവാൻ അപ്പോൾ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തികഞ്ഞ ശാന്തമായ അന്തരീക്ഷം. ഞാനപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചാര കസാരയിലേക്ക് ഇരുന്നു. എന്നിട്ട് കാട്ടുറോസകളുടെ കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ എൻ്റെ പൈപ്പിൽ നിന്നും ഒരു പുക അകത്തേക്ക് വലിച്ചെടുത്തു, പുറത്തേക്ക് വിട്ടു. അങ്ങനെ അതിൽ ചാരിക്കടന്ന് ഞാൻ ആസ്വദിച്ചു നിന്നു. എൻ്റെ ചിന്തയിലേക്ക് പല കാര്യങ്ങളും കടന്നു വന്നു. നേരം നല്ലപോലെ ഇരുട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ ഉറക്കം എൻ്റെ കണ്ണുകളിലേക്ക് അപ്പോഴേക്കും വന്ന് നിറഞ്ഞിരുന്നു. അതിമനോഹരമായ ഒരു ഇന്ദ്രിയ സുഖമാണ് അതെനിക്ക് പകർന്നു നൽകിയത്. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഉറങ്ങാതെ എനിക്ക് ഉറങ്ങുവാൻ സാധിക്കും, കണ്ണുകൾ അടയ്ക്കാതെ. ഈ രാത്രി എൻ്റെ കൺപോളകളാകും. അങ്ങനെയെല്ലാം ചിന്തിച്ച് കിടക്കുന്ന സമയത്ത് വലിയൊരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അങ്ങ് ദൂരെ എൻ്റെ വലതുവശത്തു നിന്നുമാണ് ആ ശബ്ദം ഞാൻ ഗ്രഹിച്ചത്. ആ ശബ്ദം എനിക്ക് സുപരിചിതമാണ്. ഇങ്ങനെയുള്ള ഈ ശബ്ദം ഗ്രഹിക്കുന്നതിൽ എൻ്റെ കാതുകൾ എന്നെ ചതിക്കാറില്ല. ഞാൻ വീണ്ടും ആ ശബ്ദം കേട്ടു. പിന്നെ വീണ്ടും ആരോ അങ്ങ് അകലെ നിന്നും തോക്കിൽ നിന്നും നിറയൊഴിച്ച ശബ്ദമായിരുന്നു അത്. ഞാൻ വളരെ വേഗം തന്നെ കപ്പലിന്റെ കൈവരികൾക്കരികിലേക്ക് നീങ്ങി. ശബ്ദം കേട്ട ദിക്കിലേക്ക് ആ രാത്രിയിൽ എൻ്റെ കണ്ണുകൾ ആയാസപ്പെടുത്തി ഞാൻ നോക്കി. എന്നാൽ ഒന്നും തന്നെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു കരിമ്പടത്തിനുള്ളിലൂടെ കാണുന്നത് പോലെ മാത്രമേ എനിക്ക് കാണുവാൻ സാധിച്ചുള്ളൂ. കൂടുതൽ കാഴ്ചകൾ കാണുവാൻ വേണ്ടി ഞാൻ ആ കൈവരിയിലേക്ക് ചവിട്ടി മുകളിലേക്ക് കയറി. അങ്ങനെ ഞാൻ മുകളിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ ഒരു കയർ തട്ടി എൻ്റെ വായിലിരുന്ന പൈപ്പ് താഴേക്ക് പോയി. ഞാനത് ആയാസപ്പെട്ട് പിടിക്കുവാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കാലുകൾ വഴുതി ഞാൻ താഴേക്കും. ഞാൻ വായുവിലൂടെ താഴേക്ക് ഭാരമില്ലാത്തതുപോലെ താഴേക്ക് പോയി. എൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി അവിടെ ഉയർന്നു കേൾക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കടലിലേക്ക് വന്നു പതിച്ചിരുന്നു. കരീബിയൻ കടലിന്റെ ഇളം ചൂടുള്ള വെള്ളം എൻ്റെ ശരീരത്തെ ആകെ മുക്കിക്കഴിഞ്ഞിരുന്നു. വളരെ വേഗം തന്നെ ഊളിയിട്ട് മുകളിലേക്ക് പൊന്തി വന്ന ഞാൻ ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങിയെങ്കിലും ഊക്കത്തിൽ മുന്നിലേക്ക് നീങ്ങുന്ന നൗകയിൽ നിന്നുമുള്ള ശക്തമായ കടൽവെള്ളം എൻ്റെ മുഖത്തേക്കും എൻ്റെ വായിലേക്കും അടിച്ചു കയറി. കടൽവെള്ളത്തിന്റെ രൂക്ഷമായ ഉപ്പ് കാരണം ഞാൻ ഓക്കാനിക്കുകയും എനിക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാക്കുകയും ചെയ്തു. എൻ്റെ നിലവിളി ഉയർന്നു കേൾക്കുവാനോ അല്ലെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കുവാനോ എനിക്ക് സാധിച്ചില്ല. ആവും പോലെ ഞാൻ കപ്പലിനെ നീന്തി പിടിക്കുവാൻ നോക്കി. അതെന്നിൽ നിന്നും അകന്നകന്ന് ദൂരേക്ക് പോയി. ഏകദേശം 50 അടി ഞാൻ കപ്പലിന് പിന്നാലെ നീന്തി കാണണം. പിന്നീട് ഞാൻ അതും അവസാനിപ്പിച്ചു. ഇതാദ്യമായല്ല ഞാൻ ഇത്രയും അപകടകരമായ സാഹചര്യത്തിൽ പെടുന്നത്. ഇതിനു മുന്നേയും ഇങ്ങനെ സാഹചര്യങ്ങൾ ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ നിലവിളി കേൾക്കുവാൻ ആരെങ്കിലുമൊക്കെ കപ്പലിന്റെ ഡെക്കിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് വിരളമാണ്. കാരണം കരീബിയൻ രാത്രിയാണ്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. ഞാൻ എങ്കിലും അണയാത്ത പ്രതീക്ഷയോടെ ഞാൻ ഉച്ചത്തിൽ അലറിക്കൊണ്ടേയിരുന്നു. കപ്പൽ എന്നിൽ നിന്നും അങ്ങ് അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പതിയെ പതിയെ എൻ്റെ കൺമുന്നിൽ നിന്നും
ആ കപ്പൽ രാത്രിയുടെ കരിമ്പടത്തിനുള്ളിലേക്ക് അപ്രത്യക്ഷമായി. അപ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം ഓടിയെത്തി. എൻ്റെ വലതുവശത്തു നിന്നും ഞാൻ കേട്ട ആ വെടിയുടെ ശബ്ദം. ഉറപ്പായും അവിടെ ഏതോ ഒരു ദ്വീപുണ്ട്. അവിടം ലക്ഷ്യമാക്കി ഞാൻ ആലോചനയോടെ പതിയെ അവിടേക്ക് നീന്തുവാൻ തുടങ്ങി. അങ്ങനെ ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി നീന്തിക്കൊണ്ടേയിരുന്നു. സമയം അവസാനിക്കുന്നില്ല. നീന്തലുകൾ അവസാനിക്കാത്ത പോലെ എനിക്ക് തോന്നി. ദൂരം കുറയാത്തതുപോലെ. ഞാൻ പിന്നെ തുഴച്ചിൽ എണ്ണുവാൻ തുടങ്ങി. 100-ലധികം തുഴച്ചിലുകൾ ഞാൻ തുഴഞ്ഞു കാണണം. അങ്ങനെ അവിടം ലക്ഷ്യമാക്കി നീന്തിയ സമയത്ത് അങ്ങ് ദൂരെ ഇരുട്ടിൽ നിന്നും ഒരു വേട്ടമൃഗത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. കാത് തുളയ്ക്കുന്ന ശബ്ദമായിരുന്നു അത്. ആ ശബ്ദത്തിൽ നിന്നും ഏത് വേട്ടമൃഗത്തിന്റെ ശബ്ദമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അതേതാണെന്ന് മനസ്സിലാക്കുവാൻ ഞാൻ ശ്രമിച്ചതുമില്ല. വീണ്ടും ഒരാവേശം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. ഞാൻ വീണ്ടും വേഗത്തിൽ അവിടെ ലക്ഷ്യമാക്കി തുഴയുവാൻ തുടങ്ങി. വീണ്ടും മുന്നിലേക്ക് തുഴഞ്ഞു നീന്തുന്ന സമയത്ത് ആ ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കുവാൻ തുടങ്ങി. പിന്നീട് അത് പതിയെ ഒരു ചെറിയ വെടിയുടെ ശബ്ദത്തിൽ അവസാനിച്ചു. പിസ്റ്റലിന്റെ ശബ്ദമാണത്. എൻ്റെ കാതുകളെ എനിക്ക് വിശ്വസിക്കുക. വീണ്ടും ആവേശത്തോടെ ഞാൻ അവിടേക്ക് നീന്തി. ഏകദേശം 10 മിനിറ്റോളം ഞാൻ അവിടേക്ക് നീന്തി കാണണം. അപ്പോൾ ഒരു ശബ്ദം എൻ്റെ കാതുകളിലേക്ക് വന്നു കയറി. അത് മറ്റൊന്നും ആയിരുന്നില്ല. കടൽ വെള്ളം പാറക്കെട്ടിൽ തട്ടി അലയടിക്കുന്ന ശബ്ദമായിരുന്നു അത്. അത് കേട്ടതും എൻ്റെ മനസ്സിലേക്ക് എന്തെന്നറിയാത്ത സന്തോഷമാണ് കൊണ്ടുവന്നത്. വീണ്ടും എവിടുന്നോ പകർന്നു കിട്ടിയ ആവേശത്തിൽ ഞാൻ അവിടേക്ക് നീന്തി കയറി. അങ്ങനെ ഞാൻ പതിയെ ആ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നു. ഗ്ലൗസ് ഇടാത്ത എൻ്റെ കൈകൾ കൊണ്ട് ആ പാറക്കല്ലുകളിൽ പിടിച്ച് ഞാൻ മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. അങ്ങ് ദൂരെ അവ്യക്തമായി കിഴക്കാൻ തൂക്കായി പുറത്തേക്ക് പൊന്തി നിൽക്കുന്ന പാറക്കല്ലുകൾ എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. ഞാൻ വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി വലിഞ്ഞ് മുകളിലത്തെ ഒരു പരന്ന കല്ലിലേക്ക് കയറിയിരുന്നു. നിഗൂഢമായ വനം ആ കരയിൽ നിന്നും പിന്നീട് ആരംഭിക്കുകയാണ്. ഇടതൂർന്ന് പരസ്പരം ഇടപിരിഞ്ഞു കിടക്കുന്ന മരങ്ങളും അതിനിടയിൽ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകളും എനിക്കായി ഇനി എന്ത് അപകടമാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ചിന്ത എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. കടലുമായി നീണ്ടുനിന്ന മല്ലയുദ്ധത്തിൽ ഞാൻ ആകെ ക്ഷീണിച്ചിരുന്നു, തളർന്നിരുന്നു. ഇനിയും മുന്നിലേക്കുള്ള നടത്ത അത് എന്നെ കൊണ്ട് കഴിയുന്നതിനും അപ്പുറമായിരുന്നു. എനിക്കൊരടി പോലും മുന്നിലേക്ക് നടക്കുവാൻ സാധിക്കുകയുണ്ടായിരുന്നില്ല. എൻ്റെ കണ്ണിലേക്ക് ഉറക്കം വന്ന് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ഞാൻ പതിയെ എങ്ങനെയൊക്കെയോ ആ വനത്തിന്റെ അരികിലേക്ക് പോയി ഒരു മരത്തിന്റെ തണലിലോട് ചേർന്ന് കിടന്നു. പിന്നെ എനിക്ക് ബോധം വന്നപ്പോൾ സൂര്യന്റെ സ്ഥാനം കണ്ട് ഞാൻ സ്വയം ഞെട്ടി. ഉച്ച കഴിഞ്ഞ് നേരം വൈകുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും തലേന്ന് രാത്രിയിലത്തെ ഉറക്കം എനിക്ക് വല്ലാത്തൊരു ഊർജം എൻ്റെ ശരീരത്തിലേക്ക് പകർന്നു നൽകിയിരുന്നു. അതികഠിനമായ വിശപ്പ്, ദാഹം എന്നെ വല്ലാതെ പിടികൂടിയിരുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് തലേന്ന് രാത്രിയിൽ കേട്ട പിസ്റ്റലിന്റെ വെടിശബ്ദം എൻ്റെ കാതിലേക്ക് ഓർമ്മയായി എത്തിയത്. പിസ്റ്റലിന്റെ ശബ്ദം എവിടെയുണ്ടോ അവിടെ മനുഷ്യനുണ്ട്, മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ ആഹാരവുമുണ്ട്. എൻ്റെ മനസ്സിലേക്ക് ആഹ്ലാദം വന്നു നിറഞ്ഞു. എന്നാൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന സമസ്യ അതായിരുന്നില്ല. ഇനിയും എന്തുതരം ആളുകളായിരിക്കും ഈ ദ്വീപിൽ താമസിക്കുന്നത്, അതും ഇങ്ങനെയുള്ള വിലക്കപ്പെട്ട ദ്വീപിൽ. ഇടമുറിയാതെ നിൽക്കുന്ന ദുർഘടം പിടിച്ച വനം കരയെ ഞുറിഞ്ഞു കിടന്നിരുന്നു. അവിടെയെല്ലാം ഞാൻ ചുറ്റും നോക്കി. ഇടപിരിഞ്ഞു കിടക്കുന്ന പുല്ലുകൾക്കിടയിലും കുറ്റിക്കാടുകൾക്കിടയിലും മരങ്ങൾക്കിടയിലുമൊന്നും ഒരു വനപാത ദർശിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് കരയിലൂടെ നടന്നു പോകുവാനാണ്. വെള്ളത്തിന്റെ അരികുപറ്റി ഞാൻ കരയിലൂടെ നടക്കുവാൻ ആരംഭിച്ചു. ഞാൻ കരയ്ക്ക് വന്ന് അടിഞ്ഞ സ്ഥലത്ത് നിന്നും ഏറെ അകലെയല്ലാതെ ഞാൻ എൻ്റെ നടത്തവും അവസാനിപ്പിച്ചു. അവിടെ ഞാൻ നിന്നതിനും പല കാരണങ്ങളുണ്ടായിരുന്നു. മുറിവേറ്റ ഏതോ കാട്ടുമൃഗം അക്രമപരതയോടെ ആ ഇടതൂർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകൾക്കുള്ളിലൂടെ കടന്നുപോയതിന്റെ ലക്ഷണങ്ങൾ. ആ ഭാഗത്തെ കാട്ടുപുല്ലുകൾ അവൻ ചവിട്ടി ഞെരിച്ചിരുന്നു. പായലുകൾ കീറിക്കാണപ്പെട്ടു. അവിടുത്തെ ഒരു നിര പുല്ലിൽ രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവിടെ നിന്നും അല്പം അകലെയായി ഒരു തിളങ്ങുന്ന വസ്തു എൻ്റെ കണ്ണുകളിൽ ഉടക്കി. ഞാൻ അവിടം ലക്ഷ്യമാക്കി നടന്നു. സൂര്യന്റെ പ്രകാശത്തിൽ തിളങ്ങുന്ന ആ വസ്തുവിന്റെ അരികിലെത്തി. അതെന്റെ കൈകളിലേക്ക് എടുത്തു വെച്ചു. അതൊരു ഒഴിഞ്ഞ വെടിത്തിരയായിരുന്നു. 22 ഞാൻ എന്നോട് പറഞ്ഞു. സാമാന്യം വലിപ്പമുള്ള ഒരു വേട്ടമൃഗമായിരിക്കണം. ഒരു ചെറിയ തോക്കുകൊണ്ട് വേട്ടക്കാരൻ അതിനെ നേരിട്ടപ്പോൾ ഉറപ്പായും ഒരു യുദ്ധം തന്നെ ഇവിടെ കാഴ്ചവെച്ചിരിക്കണം. അദ്ദേഹം നന്നേ പാടുപെട്ടിരിക്കണം. ഞാൻ ആദ്യം കേട്ട ആ 3 വെടിശബ്ദം ഉറപ്പായും വേട്ടമൃഗത്തിന്റെ ശരീരത്തിനുള്ളിലേക്ക് അദ്ദേഹം തിരകൾ പായിച്ചപ്പോൾ കേട്ട ശബ്ദമായിരിക്കണം. അവസാനം ഞാൻ കേട്ടത് ഒരുപക്ഷെ ഈ വനപാതയിലേക്ക് അവനെ ഓടിച്ചു കയറ്റി അവന്റെ ജീവൻ എടുത്തതിൻ്റെ ആയിരിക്കണം. ഞാൻ സസൂക്ഷ്മമായി ആ തറ ഒന്ന് പരിശോധിച്ചു.
ഞാൻ തിരയുന്നത് മറ്റൊന്നുമായിരുന്നല്ല, കാൽപ്പാടുകളായിരുന്നു. ഞാൻ തിരയുന്നത് കാൽപ്പാടുകളായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കണ്ടെത്തുകയും ചെയ്തു. വേട്ടപൂട്ടുകളുടെ കാലടയാളങ്ങൾ. അതിപ്പോൾ പോകുന്നത് ഞാൻ നടന്നുകൊണ്ടിരുന്ന ദിക്ക് ലക്ഷ്യമാക്കി തന്നെയാണ്. ആ കിഴക്കാൻ തൂക്കായ ആ ചരിവിലൂടെയാണ്. കിഴക്കാൻ തൂക്കായ പാറകളുള്ള ആ ചരിവിനരികിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ഞാൻ അത്യധികം ആത്മവിശ്വാസത്തോടെ ആ വേട്ടബൂട്ടുകളുടെ പാടുകൾ പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് നടന്നു. ഇടയ്ക്കെപ്പോഴോ ഒരു ഇളകിയ കല്ലിത്തട്ടി ഞാൻ താഴേക്ക് വീഴുവാൻ പോയിരുന്നു. അങ്ങനെ എൻ്റെ നടത്തം മുന്നിലേക്ക് നീണ്ടു നിന്നു. പതിയെ സൂര്യന്റെ പ്രകാശം പൂർണ്ണമായും അവസാനിച്ച് ആ ദ്വീപിലേക്ക് സന്ധ്യ കടന്നു വരുവാൻ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഞാൻ വളരെ പ്രയാസപ്പെട്ട് എൻ്റെ നടത്തം മുന്നിലേക്ക് തുടങ്ങി. ഒരു പാറക്കെട്ടിനെ വളഞ്ഞു ചുറ്റി ഞാൻ എത്തിയപ്പോഴേക്കും ഞാൻ എന്തിനെയാണ് തേടി നടന്നത് അതെനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. ഞാൻ ആ വെളിച്ചം കണ്ടെത്തിയപ്പോഴേക്കും കാടിനെയും കടലിനെയും ഇരുട്ട് മൂടിക്കഴിഞ്ഞിരുന്നു. ആദ്യം ഞാൻ മുന്നിലേക്ക് നടന്നപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങ് അകലെ ഞാനൊരു ഗ്രാമം ദർശിച്ചു എന്നായിരുന്നു. എന്നാൽ മുന്നിലേക്ക് നടന്ന് അടുത്തപ്പോഴേക്കും ആ വിളക്കുകളെല്ലാം കത്തി ജ്വലിച്ചു നിൽക്കുന്നത് ഒരു പടുകൂറ്റൻ കെട്ടിടത്തിൽ നിന്നാണെന്ന് കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളെ തന്നെ എനിക്ക് വിശ്വസിക്കുവാനായില്ല. ഇരുട്ടിന്റെ ആഴങ്ങളിലേക്ക് തുളഞ്ഞു കയറുന്ന രീതിയിലുള്ള ഗോപുരങ്ങളുള്ള ഒരു വലിയ സൗധമായിരുന്നു എനിക്ക് മുന്നിൽ ഞാൻ കണ്ടത്. ആ കെട്ടിടം നിലകൊണ്ടു നിന്നത് അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കിഴക്കാൻ തൂക്കായ ഒരു കുന്നിൻ പ്രദേശത്തായിരുന്നു. ആദ്യമൊക്കെ എൻ്റെ കണ്ണുകളെ തന്നെ എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ കരുതിയത് അതൊരു മരീചിക ആണെന്നാണ്. എന്നാൽ എൻ്റെ മുന്നിലെ വലിയ നീളമുള്ള ഇരുമ്പ് ഗേറ്റുകൾ തുറന്നകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അത് മരീചികയൊന്നുമല്ല, സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പതിയെ ഞാൻ നടന്ന് ആ വലിയ സൗധത്തിന്റെ മുന്നിലെത്തി. ആ കതവ് മുട്ടി വിളിച്ചു. അകത്തുനിന്നും ഒരു കാൽപെരുമാറ്റ ശബ്ദം എനിക്ക് കേൾക്കുവാൻ സാധിച്ചിരുന്നു എങ്കിലും കതക് തുറന്നിരുന്നില്ല. ഞാൻ വീണ്ടും കതകിൽ മുട്ടി വിളിച്ചു. സ്പ്രിങ് തുറക്കുന്നത് പോലെ ആ കതവ് വളരെ വേഗം എനിക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. എനിക്ക് മുന്നിലെ ആ വലിയ സൗധത്തിന് മുന്നിലെ വലിയ കതകുകൾ വളരെ വേഗമാണ് തുറന്നത്. അതിൽ നിന്നും ഒരു സ്വർണ്ണ വെളിച്ചം എൻ്റെ മുഖത്തേക്ക് പതിച്ചു. എൻ്റെ കണ്ണുകൾ അതിൻ്റെ പ്രകാശത്തിൽ അഞ്ചി. ഞാൻ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ഒരു മനുഷ്യൻ ആ കതകു തുറന്ന് പുറത്തേക്ക് നടന്നു വന്നു. ഉറച്ച ശരീരം, താടിയും മീശയും അദ്ദേഹത്തിന്റെ അരവരെ വളർന്നു നിൽക്കുന്നു. അതുമാത്രമായിരുന്നില്ല, കതകു തുറന്നപ്പോൾ അയാളുടെ കയ്യിലിരുന്ന ഒരു റിവോൾവർ അത് ചൂണ്ടിയിരുന്നു. അതിന്റെ കുഴൽ ചൂണ്ടിയിരിക്കുന്നത് കൃത്യം എൻ്റെ നെഞ്ചിനു നേരെ തന്നെ ആയിരുന്നു. എൻ്റെ മുന്നിൽ എനിക്ക് നേരെ റിവോൾവർ ചൂണ്ടി നിന്ന അയാളുടെ കെട്ടുപടഞ്ഞ താടിയിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കുമൊന്നും വേണ്ട. ഞാൻ കൊള്ളക്കാരനോ പിടിച്ചുപറിക്കാരനോ ഒന്നുമല്ല. ഒരു കപ്പലിൽ നിന്നും വീണുപോയ ഒരു യാത്രികനാണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. എൻ്റെ പേര് റെയിൻസ്ഫോർഡ് എന്നാണ്. എന്നാൽ ആ മനുഷ്യന് യാതൊരു ചലനമോ അല്ലെങ്കിൽ ഞാൻ കേട്ടത് ഗവനിച്ചെന്ന മട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ തുറിച്ചുനോട്ടം, അദ്ദേഹത്തിന്റെ റിവോൾവർ, അവയൊന്നും മാറ്റുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരുപക്ഷെ പ്രതിമയായിരിക്കുമോ എന്ന തോന്നൽ പോലും എൻ്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടായി. എൻ്റെ മുന്നിൽ നിന്ന് അയാൾ ധരിച്ചിരുന്നത് ഒരു യൂണിഫോം ആയിരുന്നു. ആസ്ട്രക്കൻ എന്ന ചാരനിറമുള്ള റഷ്യൻ രോമ തുണിത്തരം കൊണ്ട് പരിഷ്കരിച്ച ഒരു കറുത്ത യൂണിഫോം. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ന്യൂയോർക്കിൽ നിന്നുമാണ്. എൻ്റെ പേര് സാഗ റെയിൻഫോർഡ് എന്നാണ്. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരു കപ്പലിൽ നിന്നും വീണുപോയതാണ്. എനിക്ക് നന്നേ വിശക്കുന്നുണ്ട്. എന്നാൽ എന്നെ കൂടുതൽ ഭയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ചലനം കൂടി നടത്തി. അത് വെറുമൊരു ചെറു ചലനമായിരുന്നു, പക്ഷേ അത് അപകടകാരിയായ ഒരു ചലനം കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന റിവോൾവറിന്റെ ഹാമർ അദ്ദേഹം തള്ളവരൽ കൊണ്ട് പോക്കുക എന്നതും മാത്രമാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ വളരെ വേഗം എനിക്ക് കാണുവാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഒരു കൈ മിലിറ്ററി സല്യൂട്ട് ചെയ്യുന്നതിനായി പൊങ്ങുന്ന കാഴ്ചയായിരുന്നു. പിന്നീട് വളരെ വേഗം തന്നെ അദ്ദേഹത്തിന്റെ കാലുകൾ അടുപ്പിച്ചു വെച്ച് ബഹുമാനപൂർവ്വം അദ്ദേഹം നിൽക്കുന്നതും കാണുവാൻ ഞാൻ ഇടയായി. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. വിശാലമായ മാറുൽ പടികൾ ഇറങ്ങി ഒരു മനുഷ്യൻ അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. സായാഹ്ന വസ്ത്രം ധരിച്ച നിവർന്ന് മെലിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അത്. അയാൾ എൻ്റെ അരികിലേക്ക് നടന്നെടുത്തു. എനിക്ക് നേരെ അദ്ദേഹത്തിന്റെ കൈകൾ നീട്ടി. അയാൾ കൂടുതലായ ഒരു കൃത്യതയിലും സാവധാനത്തിലും പരിശീലിച്ചെടുത്ത പോലെ ശബ്ദത്തിലും എന്നോട് പറഞ്ഞു, വിശ്വവിഖ്യാതനായ വേട്ടക്കാരനായ സാഗ റെയിൻസ്ഫോർഡിനെ എൻ്റെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഞാൻ എനിക്ക് നേരെ നീട്ടിയ അദ്ദേഹത്തിന്റെ കൈകൾ
ഒന്ന് പിടിച്ചു കുലുക്കി. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ടിബറ്റിലെ മഞ്ഞുപാളികൾക്കിടയിലെ പുള്ളിപ്പുലിയെ വേട്ടയാടിയ കഥ ഞാനും വായിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ജനറൽ സറാഫ്, അദ്ദേഹം എനിക്ക് മറുപടി നൽകി. മധ്യവയസ്സ് പിന്നിട്ട നല്ല ഉയരമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അസാമാന്യ സൗന്ദര്യത്തിനുടമ. എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് എന്നെ ആകർഷിച്ചു നിർത്തി. അദ്ദേഹത്തിന്റെ തലമുടികൾ നന്നേ വെളുത്തതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കട്ടിയുള്ള പിരികവും റഷ്യൻ മിലിറ്ററിക്കാരുടെ മുദ്രയായ കൂർത്ത മേൽമീശയും ഞാൻ കടന്നു വന്ന രാത്രി പോലെ കറുത്തതായിരുന്നു. അദ്ദേഹത്തിന്റെ കൗളെല്ലുകൾ തെള്ളിയതും നല്ല വടിവത്ത മൂക്കുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആജ്ഞകൾ കൊടുത്തു മാത്രം ശീലിച്ച ഒരാളുടെ മുഖം. എനിക്കരികിൽ നിന്ന് ആ അരയോളം താടി വരുന്ന ആ രാക്ഷസനെ നേരെ നോക്കി അദ്ദേഹം ഒരു അടയാളം കൊടുത്തു. അപ്പോൾ തന്നെ അയാൾ അദ്ദേഹത്തിന്റെ പിസ്റ്റൾ താത്തു. അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൂടി കൊടുത്ത് പിൻവാങ്ങി. ജനറൽ എന്നോട് പറഞ്ഞു, ഇവന്റെ പേര് ഐവൻ. നിങ്ങൾ വിചാരിക്കുന്നതിലും അത്യധികം ശക്തിമാനാണ് ഇവൻ. ഇത്രയൊക്കെയാണെങ്കിലും അവൻ ഒരു ബധിരനും മൂകനുമാണ്, ഒരു സാധാരണക്കാരനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വർഗ്ഗക്കാരെ പോലെ തന്നെ ലേശം ക്രൂരനുമാണ്. ഞാനപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അയാളൊരു റഷ്യക്കാരനാണോ? അപ്പോൾ ചിരിച്ചുകൊണ്ട് ജനറൽ പറഞ്ഞു, അല്ല, അയാളൊരു കസാഖുകാരനാണ്. അതിനുശേഷം അദ്ദേഹം ഒന്നുകൂടി ചിരിച്ചു. ചുമന്ന ചുണ്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ കൂർത്ത് വെളുത്ത പല്ലുകൾ ദൃശ്യമായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ താങ്കൾക്ക് വേണ്ടത് വിശ്രമവും ആഹാരവും വസ്ത്രവുമാണ്. വിശ്രമിക്കുവാൻ ഇതിലും പറ്റിയ ഇടം സ്വപ്നങ്ങളിൽ മാത്രവുമാണ്. ഇതെല്ലാം താങ്കൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. അപ്പോഴേക്കും ഞങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും ഐവൻ വന്നു. ശബ്ദം പുറപ്പെടുവിക്കാത്ത ചുണ്ടുകൾ മാത്രം അനക്കിക്കൊണ്ട് ഐവനോട് ജനറൽ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം എന്നെ നോക്കി ഒന്നുകൂടി സംസാരിച്ചു. നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നാലെ പൊയ്ക്കോളൂ. താങ്കൾ വന്നപ്പോൾ ഞാൻ എന്നെ ഡിന്നർ കഴിക്കുവാൻ ഒരുങ്ങുകയായിരുന്നു. കുഴപ്പമില്ല, ഞാൻ താങ്കൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കാം. താങ്കൾ ഇപ്പോൾ ഐവന്റെ കൂടെ പോയി വസ്ത്രങ്ങൾ മാറ്റിവരൂ. എന്റെ വസ്ത്രങ്ങൾ താങ്കൾക്ക് പാകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, റെയിൻസ്ഫോർഡ്. ഞാനൊന്ന് തലയാട്ടുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ഐവാന്റെ പിന്നാലെ ഞാൻ എത്തിച്ചേർന്നത് ഒരു വലിയ മുറിയിലായിരുന്നു. തടി കൊണ്ട് നിർമ്മിച്ച മച്ചും 6 പേർക്ക് കടക്കുവാൻ സാധിക്കുന്ന അത്രയും വലിപ്പമുള്ള ഒരു മുറിയിൽ ഐവാൻ എനിക്ക് നേരെ ഒരു സായാഹ്ന വസ്ത്രം എടുത്ത് പ്രദർശിപ്പിച്ചു. സാധാരണഗതിയിൽ ജൂക്കിൽ കുറഞ്ഞ ഒരു പദവിയില്ലാത്തവർക്ക് തുന്നാത്ത ഒരു ലണ്ടൻ തയ്യൽക്കാരനാണ് അത് തുന്നിയിരിക്കുന്നതെന്ന് അത് ധരിച്ച വേളയിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഐവാൻ പിന്നീട് എന്നെ കൊണ്ടുപോയത് ഡിന്നർ കഴിക്കുന്ന ആ റൂമിലേക്കായിരുന്നു. ആ വലിയ ഹാള് പല കാരണങ്ങളാലും സവിശേഷതകൾ നിറഞ്ഞതായിരുന്നു. അവിടെ ഒരു മധ്യകാല പ്രൗഢി നിലനിന്നിരുന്നു. ഓക്കുമരപ്പാളികളും ഉയർന്ന മച്ചും ഭക്ഷണശാലകളിലും മറ്റും കണ്ടുവരുന്ന വിധം 10-20 പേർക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ രീതിയിലുള്ള വിശാലമായ ടേബിളുകളും ഒരു പ്രഭുവിന്റെ ഊണുമേശ പോലെ എനിക്ക് തോന്നി. ഹാളിൽ പലതരം മൃഗങ്ങളുടെ തലകൾ പ്രദർശിപ്പിച്ചു വെച്ചിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പമുള്ളതും പൂർണ്ണതകൾ തികഞ്ഞതുമായ മാതൃകകളായിരുന്നു അത്. അവിടുത്തെ ആ വലിയ മേശയിൽ ജനറൽ എനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് നടന്നു വന്നപ്പോഴേക്കും അദ്ദേഹം എന്നോട് ചോദിച്ചു, താങ്കൾക്ക് ഒരു കോക്ടെയിൽ ആകാമല്ലോ അല്ലേ? അദ്ദേഹം എനിക്ക് നേരെ നീട്ടിയ കോക്ടെയിൽ അതിവിശിഷ്ടമായിരുന്നു. അതുമാത്രമായിരുന്നില്ല, ഊണുമേശയിൽ നിരത്തി വെച്ചിരിക്കുന്ന സാധന സാമഗ്രികളെല്ലാം അത്യധികം മൂല്യം കൂടിയതും നിലവാരമുള്ളതുമായിരുന്നു. ലിനൻ, ക്രിസ്റ്റൽ, വെള്ളി, ചീനപാത്രങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. റഷ്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചുവന്ന ബീട്രൂട്ട് അടിച്ചു പതപ്പിച്ച സൂപ്പും അവിടെ ഉണ്ടായിരുന്നു. പാതി ക്ഷമാപണം എന്ന പോലെ ജനറൽ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ സംസ്കാരം ആവുന്നത്രയും സംരക്ഷിച്ചു നിർത്തുവാൻ ഞങ്ങളെ കൊണ്ട് ആകുന്ന വിധത്തിൽ ഞങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താങ്കൾ ക്ഷമിക്കുക. താങ്കൾ ആ ഷാമ്പയിൻ കുടിച്ചിരുന്നുവോ? നീണ്ടുനിന്ന കപ്പൽ യാത്രക്കിടയിൽ അതിന്റെ ടേസ്റ്റിന് വ്യത്യാസം വന്നതായി നിങ്ങൾക്ക് തോന്നുന്നുവോ? ജനറൽ എന്നോട് ചോദിച്ചു. ഞാൻ മറുപടി നൽകി, ഇല്ല ജനറൽ, ഇല്ല. നല്ല ഉപചാരശീലമുള്ള, നല്ല കരുതലുള്ള, ശരിയായ വിശ്വപൗരനാണ് അദ്ദേഹമെന്ന് എനിക്ക് തോന്നി. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുള്ള എന്തോ ഒരു ചേർച്ചക്കുറവ് എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു. അത് ഇതായിരുന്നു, എപ്പോഴൊക്കെയാണോ അദ്ദേഹം തൻ്റെ പ്ലേറ്റിൽ നിന്നും തല ഉയർത്തുന്നത് അപ്പോഴെല്ലാം അദ്ദേഹം നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എന്നെ അഗാധമായി പഠിക്കുന്നതായി എനിക്ക് തോന്നി. ജനറൽ എന്നോട് പറഞ്ഞു, ഒരു പക്ഷേ താങ്കളുടെ പേര് ഞാൻ തിരിച്ചറിഞ്ഞതിൽ താങ്കളിപ്പോൾ ആശ്ചര്യപ്പെടുന്നുണ്ടായിരിക്കാം അല്ലേ? ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും റഷ്യനിലും എല്ലാം പ്രസിദ്ധമായ ഒട്ടുമിക്ക നോവലുകളും കഥകളുമെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നായാട്ട് കഥകളെക്കുറിച്ചുള്ളവ. അവ ഒട്ടുമിക്കയല്ല, എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു അധിനിവേശം മാത്രമേ എനിക്കുള്ളൂ. അത് നായാട്ടാണ് മിസ്റ്റർ റെയിൻഫോർഡ്. നിങ്ങളുടെ കൈവശമുള്ള
അത്യധികമായ അപൂർവമായ മൃഗങ്ങളുടെ തലകളുണ്ടല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതാണ് അവയെല്ലാം. പ്രത്യേക രീതിയിൽ നല്ലപോലെ പാചകം ചെയ്ത ഫിലോമിനിയോൻ എന്ന മാട്ടിറച്ചി വിഭവത്തിന്റെ മൃദുവായ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അദ്ദേഹത്തിനോട്. അതുപോലെ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ആംഖേയ് ആ തല ഞാൻ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതാണത്. ഓ, അതാണോ? അവനൊരു ഭീമാകാരൻ തന്നെയായിരുന്നു. ഞാൻ ചോദിച്ചു, അത് താങ്കളെ കുത്തിയോ? അവൻ എന്നെ ഒരു മരത്തിലേക്ക് ചുറ്റിയെറിഞ്ഞു എന്റെ തലയോട്ടി കൊട്ടിയിരുന്നു. എന്നാൽ ഞാൻ വിട്ടുകളയാൻ തയ്യാറായില്ല. ആ ദുഷ്ടമൃഗത്തെ ഞാൻ പിടിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജനറലിനോട്, ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് മൃഗവേട്ടയിൽ ഏറ്റവും അപകടം പിടിച്ചത് ഖേയ് പോത്തുകളെ വേട്ടയാടുമ്പോഴാണെന്ന്. ജനറൽ ഒന്നും മിണ്ടിയില്ല. കൗതുകപരമായ ഒരു പുഞ്ചിരി മാത്രമാണ് അദ്ദേഹം എനിക്ക് നൽകിയത്. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല, നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നു റെയിൻസ്ഫോർഡ്. ഏറ്റവും അപകടകാരിയായ വന്യവേട്ടമൃഗം ഖേയ് പോത്തല്ല. അത് പറഞ്ഞുകൊണ്ട് മേശയിലിരുന്ന വൈൻ അദ്ദേഹം നുണഞ്ഞു. ഈ ദ്വീപിലെ എൻ്റെ സങ്കേതത്തിൽ അതിലും അപകടകാരികളായ വേട്ടമൃഗങ്ങളെ ഞാൻ വേട്ടയാടാറുണ്ട്. അത് കേട്ടതും ആശ്ചര്യത്തോടെ ഞാൻ അദ്ദേഹത്തെ നോക്കി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ദ്വീപിൽ വന്യമൃഗമുണ്ടെന്നോ? അദ്ദേഹം തല കുലുക്കുക മാത്രമാണ് ചെയ്തത്. അതൊരിക്കലും ഈ ദ്വീപിൽ ഉള്ളതായിരുന്നില്ല, ഞാൻ ഇറക്കുമതി ചെയ്യുന്നതാണ്, ഈ ദ്വീപിനെ സംരക്ഷിച്ച് നിർത്തുവാൻ വേണ്ടി, ജനറൽ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഇറക്കുമതി ചെയ്യുന്നത് എന്ന്? കടുവകൾ, സിംഹങ്ങൾ? അത് കേട്ട് ജനറൽ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല, കടുവകളെ വേട്ടയാടുന്നത് പണ്ടേ ഞാൻ നിർത്തിയതാണ്. അവനിലുള്ള ആവേശം എനിക്ക് പോയി കഴിഞ്ഞിരുന്നു. അവയിൽ ഒട്ടും ആവേശം എനിക്കില്ല, താല്പര്യവുമില്ല. അതുമാത്രമല്ല, ശരിക്കും അപകടകരമായ ഒരു വെല്ലുവിളി പോലും അവ എനിക്ക് നേരെ ഉയർത്തുന്നത് പോലുമില്ല. ഞാൻ അപകടങ്ങൾക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് മിസ്റ്റർ റെയിൻഫോർഡ്. അത് പറഞ്ഞതിന് ശേഷം ജനറൽ തന്റെ പോക്കറ്റിൽ നിന്നും സ്വർണ്ണ നിറമുള്ള ഒരു സിഗരറ്റിന്റെ കൂടെടുത്തു. അതിൽ നിന്നും വെള്ളി നിറമുള്ള ഒരു സിഗരറ്റ് എടുത്ത് എനിക്ക് തരികയും ചെയ്തു. ആ സിഗരറ്റ് സുഗന്ധദ്രവ്യം പൂശിയ സിഗരറ്റ് ആയിരുന്നു. അതിൽ നിന്നും കുന്തിരിക്കത്തിൻ്റെതെന്ന് തോന്നിക്കുന്ന ഒരു മണവും അവ പുറപ്പെടുവിച്ചിരുന്നു. സിഗരറ്റ് വലിച്ചുകൊണ്ട് ജനറൽ എന്നോട് പറഞ്ഞു, നമുക്ക് ഇരുവർക്കും കൂടി ഒരു ഭീകരമായ നായാട്ട് നടത്തണം. താങ്കളുടെ സഹവാസം ലഭിക്കുന്നതിൽ ഞാൻ അത്യധികം സന്തോഷവാനാണ്. ഞാൻ അപ്പോൾ ജനറലിനോട് ചോദിച്ചു, നമ്മൾ ഏത് ഇരയെയാണ് നായാടാൻ പോകുന്നത്? അതിനു മറുപടിയായി ജനറൽ പറഞ്ഞത് ഇതാണ്. ഇത് കേൾക്കുമ്പോൾ താങ്കൾക്ക് രസകരമായി തോന്നും. എല്ലാ വിനയത്തോടെയും പറയാം, ഞാനൊരു അസാധാരണമായ കൃത്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പുതിയൊരു അനുഭൂതി തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് മിസ്റ്റർ റെയിൻഫോർഡ്. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരു ഗ്ലാസ് മദ്യം കൂടി താങ്കൾക്ക് ഞാൻ ഒഴിച്ചു തരട്ടെ? ഞാൻ തലകുലുക്കി. ഒരു നന്ദി വാക്ക് മാത്രമേ അദ്ദേഹത്തോട് പറഞ്ഞുള്ളൂ. അദ്ദേഹം ഞങ്ങളുടെ 2 ഗ്ലാസുകളും നിറച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവം പലരെയും കവികളാക്കുന്നു, ചിലരെ അദ്ദേഹം രാജാവാക്കുന്നു, ചിലരെ ഭിക്ഷാന്തേകികളും. എന്നെ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത് നായാട്ടുകാരനായിട്ടാണ്. എൻ്റെ കൈകൾ നിർമ്മിച്ചിരിക്കുന്നത് കാഞ്ചികൾ വലിക്കാൻ വേണ്ടിയാണെന്ന് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിരിക്കുന്നു. എൻ്റെ പിതാവ് വലിയ ധനികനായിരുന്നു. കാൽമീകിയിൽ അദ്ദേഹത്തിന് 10 ലക്ഷം ഏക്കറിന്റെ കാൽഭാഗമുണ്ടായിരുന്നു. അതുമാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ഉത്സാഹിയായ സ്പോർട്സ്മാൻ കൂടിയായിരുന്നു. നിങ്ങളിത് കേൾക്കണം റെയിൻസ്ഫോർഡ്. എനിക്ക് 5 വയസ്സ് മാത്രമുള്ളപ്പോൾ അദ്ദേഹം എൻ്റെ കൈകളിൽ വെച്ചു തന്നത് തോക്കാണ്. എനിക്ക് വേണ്ടി മാത്രം റഷ്യയിൽ പ്രത്യേകം നിർമ്മിച്ചവൻ. ഞാൻ ആ തോക്കുകൊണ്ട് കൊച്ചു കൊച്ചു കുരുവികളെ വെടിവെച്ചിടുമായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് പുരസ്കാരമായി കിട്ടിയ ടർക്കി കോഴികളിൽ പലതിനെയും ഞാൻ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും എൻ്റെ പിതാവ് എന്നെ ശാസിച്ചില്ല. അദ്ദേഹം എൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളിത് അറിയണം മിസ്റ്റർ റെയിൻഫോർഡ്. എനിക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ കോക്കസിൽ വെച്ച് ഞാൻ എൻ്റെ ആദ്യ കരടി വേട്ടയും നടത്തി. നിങ്ങൾക്കറിയാമോ റെയിൻസ്ഫോർഡ്, എൻ്റെ ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നായാട്ടുകളാണ്. പിന്നീട് ഞാൻ സേനയിൽ ചേർന്നു. കുലീനരുടെ മക്കൾ അങ്ങനെ ആയിരിക്കണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കുറച്ചു കാലം കസാക്ക് സൈന്യത്തെ ഞാൻ നയിച്ചിരുന്നു. പക്ഷേ എൻ്റെ ശരിയായ താല്പര്യം നായാട്ടിലായിരുന്നു. എല്ലാ ഭൂപ്രദേശത്തിലുള്ള എല്ലാ മൃഗങ്ങളെയും ഞാൻ നായാടി കൊന്നിട്ടുണ്ട്. ഞാൻ ഇതിനോടകം എത്ര മൃഗങ്ങളെ കൊന്നിട്ടുണ്ടെന്ന് നിങ്ങളോട് പറയുവാൻ ഒരുപക്ഷെ എനിക്ക് സാധിച്ചെന്ന് വരില്ല.
അദ്ദേഹം ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചുകൊണ്ട് പറഞ്ഞു, റഷ്യയുടെ പതനത്തിന് ശേഷം ഞാൻ ആ രാജ്യം വിടുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, സർ ചക്രവർത്തിയുടെ ഒരു ഓഫീസർ അവിടെ തുടരുന്നത് ഒരിക്കലും അനുയോജ്യമായിരുന്നില്ല. പല കുലീനരായ റഷ്യക്കാർക്കും പലതും നഷ്ടമായി. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ അമേരിക്കൻ സെക്യൂരിറ്റികളിൽ നല്ലപോലെ പണം നിക്ഷേപിച്ചിരുന്നു. അതുകൊണ്ട് എനിക്കൊരിക്കലും മോണ്ടെ കാർണോവിൽ ഒരു ചായക്കട തുറക്കേണ്ടതായോ പാരീസിൽ പോയി ടാക്സി ഓടിക്കേണ്ടതായോ വന്നില്ല. സ്വാഭാവികമായി ഞാൻ എൻ്റെ നായാട്ടുകൾ തുടർന്നു. നിങ്ങളുടെ വടക്കൻ അമേരിക്കൻ പർവ്വതങ്ങളിലെ തവിട്ട് നിറമുള്ള കരടികൾ, ഗംഗാതീരത്തെ മുതലകൾ, കിഴക്കൻ ആഫ്രിക്കയിലെ റൈനോകൾ, അതുപോലെ തന്നെ ആഫ്രിക്കയിൽ വെച്ചായിരുന്നു ഭീമാകാരനായ ഖെയ്പോത്തുകൾ എന്നെ കുത്തി 6 മാസത്തോളം കടത്തിക്കളഞ്ഞത്. അത് ഭേദമായപ്പോൾ തന്നെ ഒരു നിമിഷം പോലും ഞാൻ അവിടെ കാത്തുനിന്നില്ല. അമേരിക്കൻ കാടുകളിലെ ജാഗാറുകളെ വേട്ടയാടുവാൻ വേണ്ടി ഞാൻ ആമസോൺ വനത്തിലേക്ക് പോയി. കാരണം മറ്റൊന്നുമായിരുന്നില്ല, സാധാരണഗതിയിൽ അവ കൂടുതൽ കൗശലക്കാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അവ അങ്ങനെ ആയിരുന്നില്ല. ജാഗ്രതയുള്ള ഒരു വേട്ടക്കാരനും മേൽത്തരം കാര്യക്ഷമതയുള്ള ഒരു റൈഫലിനും പറ്റിയ ഒരു ഇരയെ ആയിരുന്നില്ല അവ. ഞാൻ കടുത്ത നിരാശയിലായിപ്പോയി. ഞാൻ എൻ്റെ കൂടാരത്തിൽ പിളർക്കുന്ന തലവേദനയുമായി കിടക്കുമ്പോഴായിരുന്നു ഒരു ഉഗ്രമായ ചിന്ത എൻ്റെ തലയിലേക്ക് ഇടിച്ചു കയറി വന്നത്. നായാട്ട് എന്നെ വല്ലാതെ മടുപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളൊന്ന് ഓർക്കണം സാൻഫോർഡ്, നായാട്ടായിരുന്നു എൻ്റെ ജീവിതം. നിങ്ങൾ അമേരിക്കക്കാർ ബിസിനസ്സുകാരാണ്. നിങ്ങളുടെ അമേരിക്കക്കാരായ ബിസിനസ്സുകാർ പല ബിസിനസ്സുകളും ഉപേക്ഷിക്കുമ്പോൾ അവർ തകർന്നടിഞ്ഞു പോയതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതിനു മറുപടിയായി ഞാൻ പറഞ്ഞു, അത് ശരിയാണ് ജനറൽ. ജനറൽ പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു, എനിക്ക് അങ്ങനെ തകർന്നടിയുവാൻ ആഗ്രഹവും ഒട്ടുമില്ലായിരുന്നു. എനിക്കെന്തെങ്കിലും ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ. എൻ്റേതൊരു വിശകലാത്മകമായ മനസ്സാണ് മിസ്റ്റർ റെയിൻഫോർഡ്. എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ നായാട്ട് ഇപ്പോൾ എന്നിൽ ആശ്വാസം കണ്ടെത്താത്തത്? നിങ്ങൾ എന്നേക്കാൾ ചെറുപ്പമാണ് മിസ്റ്റർ റെയിൻഫോർഡ്. എൻ്റെ അത്രയും നായാട്ട് നിങ്ങൾ നടത്തിയിട്ടുണ്ടാകണമെന്നില്ല. എന്നാൽ താങ്കൾക്ക് ആ ഉത്തരം ഒരു പക്ഷേ ഊഹിച്ചെടുക്കുവാൻ സാധിക്കും. ഞാൻ കൗതുകത്തോടെയും ആശങ്കാകുലനായും അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ജനറൽ അത്? നായാട്ട് നിങ്ങൾ വിളിക്കുന്നത് പോലെ ഒരു സാഹസികമായ ഉദ്യമമാകുന്നത് നിന്നുപോയി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എളുപ്പമായി. എനിക്കെല്ലായ്പ്പോഴും എൻ്റെ ഇരയെ ലഭിച്ചു. പരിപൂർണതയുടെ അത്രയും വലിയ മടുപ്പ് മറ്റെന്താണുള്ളത്? ജനറലിന്റെ പുകഞ്ഞു തീർന്ന സിഗരറ്റ് എടുത്ത് കളഞ്ഞിട്ട് അദ്ദേഹം പുതിയ ഒരെണ്ണം എടുത്ത് വലിക്കുവാൻ തുടങ്ങി. എൻ്റെ നായാട്ടിൽ പിന്നീട് ഒരു വേട്ടമൃഗവും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി എനിക്ക് തോന്നിയില്ല. ഞാൻ പൊങ്ങച്ചമല്ല പറഞ്ഞത് കേട്ടോ, ഗണിതശാസ്ത്രപരമായ ഒരു വസ്തുതയാണ്. ഒരു മൃഗത്തിന് അവയുടെ കാലുകളും സഹജാപബോധവുമല്ലാതെ മറ്റൊന്നുമില്ല. ഈ സഹജാപബോധം യുക്തിക്കൊരു സമാനമേയല്ല. ഇതെപ്പോഴാണോ ഞാൻ ആലോചിച്ചത്, അപ്പോൾ ഇതൊരു ദുഃഖകരമായ നിമിഷമായി എനിക്ക് തോന്നി. അതെല്ലാം കേട്ട് ശ്രവിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് ആഞ്ഞിരുന്നു. ഞാൻ എന്താണ് ഇനിയും ചെയ്യേണ്ടതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അത് കേൾക്കാൻ കൂടുതൽ ആകാംക്ഷ എന്നിൽ നിറയുകയായിരുന്നു. ജനറൽ വീണ്ടും ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു തുടങ്ങി, വേട്ടയാടുന്നതിന് വേണ്ടി, എൻ്റെ ഹരം നിലനിർത്തുന്നതിന് വേണ്ടി എനിക്കൊരു പുതിയ വേട്ടമൃഗത്തെ കണ്ടെത്തേണ്ടതായി വന്നു. ഞാൻ ആശ്ചര്യത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, പുതിയ മൃഗമോ? എന്താ താങ്കൾ തമാശ പറയുകയാണോ? ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ല, ഒട്ടുമല്ല. നായാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും തമാശ പറയാറില്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നായാടുവാൻ വേണ്ടി ഒരു പുതിയ മൃഗം ആവശ്യമായി വന്നു. അപ്പോഴാണ് ഞാൻ ഈ ദ്വീപിനെ കുറിച്ച് ഓർത്തത്. അങ്ങനെ ഞാൻ ഈ ദ്വീപിലേക്ക് വരികയും ഇവിടെ ഒരു സൗധം പണി കഴിപ്പിക്കുകയും എൻ്റെ നായാട്ട് തുടരുകയും ചെയ്തു. നിങ്ങൾക്കറിയാമോ സാൻഫോർഡ്, എൻ്റെ ഉദ്ദേശങ്ങൾക്ക് ഈ ദ്വീപ് തികച്ചും അനുകൂലമാണ്. ദുർഘടം പിടിച്ച വനപാതകളുള്ള കാടുകൾ ഇവിടെയുണ്ട്. എനിക്ക് ഭയമാണോ ഭീതിയാണോ ആകാംക്ഷയാണോ ഉണ്ടായതെന്ന് അറിയില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാൽ വേട്ടമൃഗം? ജനറൽ സിറാഫ് പറഞ്ഞു, ആ വേട്ടമൃഗം ലോകത്തിൽ വെച്ച് ഏറ്റവും ഉത്തേജിപ്പിക്കുന്ന വിധം നായാട്ട് അവൻ എനിക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ സാൻഫോർഡ്, ഒരു നിമിഷത്തേക്ക് പോലും ലോകത്ത് നടക്കുന്ന ഒരു നായാട്ട് പോലുമായി ഇവനെ തുലനം പോലും ചെയ്യുവാൻ സാധിക്കില്ല. എല്ലാ ദിവസവും ഞാൻ വേട്ടയാടാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരിക്കലും ബോറടിക്കുന്നില്ല മിസ്റ്റർ സാൻഫോർഡ്. നിങ്ങൾക്കറിയാമോ, എൻ്റെ ശ്രമങ്ങൾക്ക് ഉതകുന്ന വിധത്തിലുള്ള വേട്ടമൃഗം ഇപ്പോൾ എനിക്ക് കിട്ടാറുണ്ട്. എൻ്റെ മുഖത്ത് ആശയക്കുഴപ്പം ജനിച്ചു. അതിനുള്ള മറുപടി എന്ന പോലെ എന്നോട് പറഞ്ഞത് ഇതായിരുന്നു, എനിക്ക് വേണ്ടിയിരുന്നത് എനിക്ക് വേട്ടയാടാൻ ഉതകുന്ന വിധത്തിലുള്ള മാതൃകാപരമായ ഒരു വേട്ടമൃഗത്തെ ആയിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് ജനറൽ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു ഉത്തമമായ വേട്ടമൃഗത്തിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് മിസ്റ്റർ സാൻഫോർഡ്? എനിക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല.
അദ്ദേഹം തന്നെ മറുപടി നൽകി. അതിന് ധൈര്യമുണ്ടായിരിക്കണം, കൗശലമുണ്ടായിരിക്കണം, എല്ലാത്തിനും മീതെ അതിന് യുക്തിസഹജമാകുവാൻ കഴിവുണ്ടായിരിക്കണം. ഞാൻ അദ്ദേഹത്തോട് എതിർത്തു. ഒരിക്കലും ഒരു വേട്ടമൃഗത്തിന് യുക്തിസഹജമായി ചിന്തിക്കുവാൻ സാധിക്കില്ല ജനറൽ പറഞ്ഞു. എന്റെ സുഹൃത്തെ, അങ്ങനെ കഴിയുന്ന ഒന്നുണ്ട്. പേടിച്ചരണ്ട കണ്ണുകളുമായി അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അതിന് സാധിക്കില്ലല്ലോ അല്ലേ ജനറൽ? അദ്ദേഹം എനിക്ക് നൽകിയ മറുപടി ഇതായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് സാധിക്കില്ല? ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു. താങ്കൾ ഗൗരവമായി പറയുകയാണെന്ന് എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനറൽ സറാഫ് അത്യധികം ഭയപ്പെടുത്തുന്നത് ഭീതിപ്പെടുത്തുന്നതുമായ തമാശകളാണ്. മിസ്റ്റർ സാൻഫോർഡ്, ഞാൻ നായാട്ടിനെ കുറിച്ച് തമാശ പറയാറില്ല. എന്തുകൊണ്ട് എനിക്ക് ഗൗരവമായി പറഞ്ഞുകൂടാ? ഞാനിപ്പോൾ താങ്കളോട് സംസാരിക്കുന്നത് നായാട്ടിനെ കുറിച്ചാണ്. നായാട്ട്, ഗംഭീരമായ ഇരകൾ. ജനറൽ സറാഫ്, താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്നത് കൊലപാതകത്തെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞു. ഇത് കേട്ടതും ജനറൽ സറാഫ് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. ഒരു ചോദ്യഭാവം എന്നോണം അദ്ദേഹം എന്നെ നോക്കി. താങ്കളെപ്പോലെ ആധുനികനും ഇത്രയും പരിഷ്കൃതനുമായ താങ്കളെപ്പോലുള്ള ഒരാൾക്ക് ജീവിതത്തെക്കുറിച്ച് ഇത്രയും കാൽപ്പനിക ആശയങ്ങളെക്കുറിച്ച് ഇടം നൽകുവാൻ കഴിയുന്നുണ്ട് എന്നത് വിശ്വസിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ പറയുന്ന യുദ്ധാനുഭവങ്ങൾ, മനഃപൂർവമായ കൊലപാതകങ്ങൾ, ഇവയ്ക്കൊന്നും മാപ്പ് കൊടുക്കുവാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാകില്ല. ഒട്ടും വിട്ടുകൊടുക്കാതെ ഞാൻ ജനറലിനുള്ള മറുപടി നൽകി. എന്റെ മറുപടി കേട്ടതും ജനറൽ സറാഫ് പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി. താങ്കളെപ്പോലെ ആധുനിക കാലത്ത് ജീവിക്കുന്ന ഒരാൾ, താങ്കളെപ്പോലെ വിദ്യാഭ്യാസ സമ്പന്നനായ ഒരാൾ, അമേരിക്കക്കാരൻ എന്നു പറഞ്ഞാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ടിരുന്നത്. താങ്കളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ലിമൂസിൻ കാറിൽ ഒരു മൂക്കിപ്പൊടി ഡബ്ബി കാണുമ്പോൾ എന്താണ് തോന്നുന്നത് അതാണ്. ഇതിൽ നിന്നും എനിക്ക് ഉറപ്പാണ്, താങ്കൾക്ക് ഉറപ്പായും ധാർമ്മിക ഉത്തരവാദിത്തത്തോടു കൂടിയ പൂർവികർ ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഉറപ്പായും എനിക്കൊപ്പം നിങ്ങൾ നായാട്ടിന് വരുമ്പോൾ നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണകളെല്ലാം മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്കൾക്ക് വേണ്ടി അത്യധികം ആവേശം നൽകുന്ന ഒരു നായാട്ട് കാത്തിരിക്കുന്നുണ്ട് മിസ്റ്റർ റെയിൻഫോർഡ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാനൊരു നായാട്ടുകാരനാണ് ജനറൽ, അല്ലാതെ ഒരു കൊലകാരനൊന്നുമല്ല. വീണ്ടും എന്നെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ ജനറൽ സംസാരിക്കുവാൻ തുടങ്ങി. താങ്കളുടെ മനസാക്ഷി കുത്തിനെ വെറും അടിസ്ഥാനരഹിതമാണെന്ന് എനിക്ക് കാണിച്ചു തരുവാൻ കഴിയും. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ? ജനറൽ പറഞ്ഞു, ജീവിതം ശക്തർക്കുള്ളതാണ്. ശക്തർക്ക് ജീവിക്കാൻ വേണ്ടി അശക്തരെ ജീവൻ എടുക്കുവാൻ വേണ്ടിയും നിർമ്മിച്ചിരിക്കുന്നവയാണ്. അശക്തരെ ഇവിടെ ജനിപ്പിച്ചിരിക്കുന്നത് തന്നെ ശക്തർക്ക് സന്തോഷമേകുവാൻ വേണ്ടിയാണ്. ഞാനൊരു ശക്തനാണ്. എന്തുകൊണ്ട് എനിക്കെൻ്റെ വരദാനം ഉപയോഗിച്ചുകൂടാ? ഞാൻ വേട്ടയാടുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് അതെനിക്ക് ചെയ്തുകൂടാ? ഞാൻ ഭൂമിയുടെ അഴുക്കാണ് വേട്ടയാടുന്നത്. അലഞ്ഞു തിരിയുന്ന കപ്പലിലെ നാവികർ, ഭൃത്യർ, കറുത്തവർ, ചൈനക്കാർ, വെള്ളക്കാർ, സങ്കരജാതിക്കാർ, കലർപ്പില്ലാത്ത വേട്ടപ്പട്ടിയോ ഒരു കുതിരയോ അത്തരം 20 പേരെക്കാൾ മൂല്യമുള്ളവയാണ്. ഇത് കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല. ഞാൻ പറഞ്ഞു, പക്ഷേ അവർ മനുഷ്യരാണ് ജനറൽ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് റെയിൻഫോർഡ്, അവർ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ ഉപയോഗിക്കുന്നത്. അതെനിക്ക് ആനന്ദം നൽകുന്നു. അവർക്ക് യുക്തി വിചാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും വലിയ അപകടകാരികളുമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നുമാണ് അവരെ ലഭിക്കുക? ജനറലിന്റെ ഒരു കണ്ണ് ചിമ്മി. നിങ്ങൾക്കറിയാമോ, ഈ സ്ഥലം അറിയപ്പെടുന്നത് കപ്പൽക്കണി എന്നാണ്. ചിലപ്പോൾ പുറംകടലിലെ കോപാകുലനായി നിൽക്കുന്ന ദൈവം ഒരുപക്ഷെ അവരെ എൻ്റെ അരികിലേക്ക് അയക്കും. ഒരു പക്ഷേ ദൈവത്തിനത്രയും ദയയില്ലാത്തപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ദൈവത്തിനെ ഒന്ന് സഹായിക്കും. നിങ്ങൾ എൻ്റെ ഒപ്പം ആ ജനാലയ്ക്ക് അരികിലേക്ക് വരൂ, കാട്ടിത്തരാം. ഞാൻ പതിയെ അദ്ദേഹത്തിൻ്റെ കൂടെ ജനാലയുടെ അരികിലേക്ക് പോയി. ജനാലയ്ക്ക് പുറത്തുകൂടി കടലിനെ നോക്കിക്കണ്ടു. അദ്ദേഹം വിശാലമായി കിടക്കുന്ന കടലിനെ ചൂണ്ടിക്കാണിച്ചു തന്നു. എന്നാൽ ആ ഇരുട്ടിൽ എനിക്കൊന്നും കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം ആശ്ചര്യത്തോടെ അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു ബട്ടൺ അമർത്തി. അങ്ങ് ദൂരെ ഒരു പ്രകാശം എനിക്ക് കാണുവാൻ സാധിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ദ്വീപിലെ പാറകൾക്ക് മൂർച്ചയേറിയ ബ്ലേഡിന്റെ സ്വഭാവമാണുള്ളത്. അവയ്ക്ക് അവയുടെ അരികിൽ പറ്റുന്ന കപ്പലുകളെ ഞെരിച്ച് ഒളിക്കുവാനാകും. അത് പറഞ്ഞതിന് ശേഷം ഒരു വാൾനട്ട് അദ്ദേഹം തറയിലേക്ക് ഇട്ട ശേഷം അദ്ദേഹത്തിന്റെ ഉപ്പൂറ്റിക്കൊണ്ട് ചവിട്ടി പൊട്ടിച്ചു. എന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് ആ കാഴ്ച അദ്ദേഹം എനിക്ക് കാട്ടിത്തന്നത്. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മൾക്ക് വൈദ്യുണ്ട്, നമ്മൾ പരിഷ്കൃതരായി ജീവിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ. എനിക്ക് ആശ്ചര്യമായി തോന്നി. ഞാനപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ മനുഷ്യരെ വെടിവെക്കുകയും ചെയ്യും, എന്നിട്ട് പരിഷ്കാരി എന്ന് പറയുകയാണോ?
ജനറൽ. അദ്ദേഹത്തിന്റെ കണ്ണിലെ കനൽ എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹം കോപം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അതൊരു നിമിഷ നേരത്തേക്ക് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണിലുണ്ടായിരുന്നത്. പിന്നീട് അത് മാറി. ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, എന്ത് നല്ല ചെറുപ്പക്കാരനാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇവിടെ അകപ്പെടുന്ന ചെറുപ്പക്കാരെ ഞാൻ എൻ്റെ താവളത്തിലേക്ക് കൊണ്ടുവരും. അവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും വ്യായാമവും എല്ലാം ഞാൻ നൽകും. അവരുടെ ശരീരം നല്ല ഊഷ്മളതയോടെയും അവരുടെ പഴയ ആരോഗ്യം തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലേക്കും ഞാൻ കൊണ്ടുവരും. ദൃഢമായ ആരോഗ്യവനാക്കി മാറ്റും. നിങ്ങൾ തന്നെ നാളെ അത് സ്വയം കണ്ടോളൂ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയുന്നത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ജനറൽ പറഞ്ഞു, നിങ്ങൾക്ക് നാളെ എൻ്റെ പരിശീലന സ്കൂൾ കാട്ടിത്തരാം. നമുക്ക് ഒരുമിച്ച് നാളെ അവിടേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിപ്പോൾ ഉള്ളത് താഴത്തെ നിലവറയിലാണ്. അവിടെ ഇപ്പോൾ ഏകദേശം 12 ശിഷ്യന്മാരാണ് എനിക്കുള്ളത്. ഇവിടുത്തെ പാറയിടുക്കിൽ തട്ടിത്തകർന്ന സാൻ ലൂക്കാസ് എന്ന നൗകയിലെ ജോലിക്കാരാണവർ. തികച്ചും താന്തരം ആളുകളാണവർ. പറയുവാൻ എനിക്ക് ഖേദമുണ്ട്. അങ്ങേയറ്റം ഗതികെട്ടവർ. മണ്ണിനേക്കാളും കാടിനേക്കാളും കൂടുതൽ ഡെക്കിനോട് പരിചയിച്ചവർ. ജനറൽ കൈപൊക്കി. അപ്പോഴേക്കും കട്ടിയുള്ള ടർക്കിഷ് കോഫി എനിക്കും അദ്ദേഹത്തിനും അയാൾ ഒഴിച്ചു തന്നു. ഞാൻ പതിയെ ആ കോഫി എടുത്ത് കുടിച്ച് എൻ്റെ നാക്കിനെ കടിഞ്ഞാണിട്ടു. വീണ്ടും ജനറൽ പതിയെ തുടങ്ങി. അത് അത്യധികം രസകരമായ ഒരു കളിയാണ് മിസ്റ്റർ റെയിൻഫോർഡ്. ഞാൻ അവരിൽ ഒരാളോട് പറയും, നമുക്ക് നായാട്ടിന് പോകാമെന്ന്. അവർക്ക് ഞാൻ ആഹാരവും ഒന്നാന്തരം വേട്ടക്കത്തിയും നൽകും. അതുമാത്രമല്ല, ഏകദേശം 3 മണിക്കൂറോളം ഞാൻ അദ്ദേഹത്തിന് തയ്യാറാകുവാനുള്ള സമയവും നൽകും. ഏറ്റവും കുറഞ്ഞ ഉൾവിസ്താരവും പരിധിയും കുറഞ്ഞ ഒരു പിസ്റ്റൽ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ വേട്ടമൃഗത്തിന് പുറകെ പോകും. ഏകദേശം 3 ദിവസത്തോളം എൻ്റെ കണ്ണിൽപ്പെടാതെ അദ്ദേഹം എന്നെ പറ്റിക്കുകയാണെങ്കിൽ അയാൾ കളി ജയിച്ചു. മറിച്ച് ഞാൻ അവനെ കണ്ടെത്തുകയാണെങ്കിൽ അവന് നഷ്ടം സംഭവിക്കും. അതിനുശേഷം അദ്ദേഹം ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഭയത്തോടെ ചോദിച്ചു, ഇനിയിപ്പോൾ അദ്ദേഹം വേട്ടയാടുവാൻ നിരസിക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അവർ വേട്ടയ്ക്ക് പോകുവാൻ നിരസിക്കുകയാണെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും അവരെ നിർബന്ധിക്കാറില്ല നായാടവാൻ പോകുവാൻ വേണ്ടി. ഇനിയിപ്പോൾ അവർ നിരസിക്കുകയാണെങ്കിൽ ഞാൻ അവരെ ഐവന് നേരെ തിരിക്കും. ഐവൻ സർ ചക്രവർത്തിയുടെ ചാട്ടവാറടിക്കാരനായി ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്. അവന് അവൻ്റെതായ രീതിയിലുള്ള നായാട്ട് വിനോദമാണുള്ളത്. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, ഇനിയിപ്പോൾ അവരാണ് ജയിക്കുന്നതെങ്കിൽ? ജനറൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നേ വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇനി അത് ഉണ്ടാകാൻ പോകുന്നതുമില്ല. ഞാനൊരു പൊങ്ങച്ചക്കാരനായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിസ്റ്റർ റെയിൻഫോർഡ്? ഒരിക്കൽ ഒരുവൻ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയതാണ്. 2ാമത്തെ ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ആയപ്പോഴേക്കും ഞാൻ എൻ്റെ നായ്ക്കളെ അവന് നേരെ പ്രയോഗിച്ചു. അവർ മണം പിടിച്ച് അവനെ എനിക്ക് കാണിച്ചു തരികയും ചെയ്തു. പിന്നീട് അവൻ അറിഞ്ഞത് എൻ്റെ റൈഫിളിൻ്റെ ചൂടാണ്. നിങ്ങൾക്ക് നായ്ക്കളുണ്ടോ ജനറൽ? വാ, കാട്ടിത്തരാം. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് ഒരു ജനാലയ്ക്ക് അരികിലേക്ക് പോയി. ആ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി. വിറയ്ക്കുന്ന വട്ടത്തിൽ കറുത്ത നിഴലുകൾ ചലിക്കുന്നത് കാണുവാൻ സാധിക്കുമായിരുന്നു. ജനറലിനെ കണ്ടുകൊണ്ടായിരിക്കണം അവിടെ ഉണ്ടായിരുന്നതെല്ലാം അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞത്. അവയുടെ കണ്ണുകൾ പച്ച നിറത്തിൽ തിളങ്ങി. ഏകദേശം 1 ഡസന് മേളിൽ നായ്ക്കൾ അവിടെ കാണും. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ജനറൽ പറഞ്ഞു, നായ്ക്കളുടെ ഒരു നല്ല ശേഖരം തന്നെ എൻ്റെ കൈവശമുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ റെയിൻഫോർഡ്? എല്ലാ ദിവസവും 7:30 ആവുമ്പോഴേക്കും ഞാൻ അവയെ അഴിച്ചുവിടും. എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറുവാൻ ശ്രമിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുവാൻ ശ്രമിക്കുകയാണെങ്കിലോ അവർക്കുണ്ടാകുവാൻ പോകുന്നത് അതിദാരുണമായ അന്ത്യമായിരിക്കും. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഇതുകൂടി കൂട്ടിച്ചേർത്തു, ഞാനിപ്പോൾ നിങ്ങളെ എൻ്റെ പുതിയ തലയുടെ ശേഖരണം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ലൈബ്രറിയിലേക്ക് വരാൻ കഴിയുമോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു സുഖം തോന്നുന്നില്ല. നമുക്ക് നാളെ അത് പോയി കാണാം. എനിക്കിപ്പോൾ ആവശ്യം നല്ലൊരു നിദ്രയാണ്. ജനറൽ സറാഫ് പറഞ്ഞു, ശരിയാണ്. നിങ്ങൾ ഏറെ ദൂരം നീണ്ടുനിന്ന നീന്തലിന് ശേഷമല്ലേ ഇവിടേക്ക് എത്തിയത്. നിങ്ങളുടെ ശരീരം ആകെ തളർന്നു കാണും. നിങ്ങൾക്കൊരു നിദ്ര ആവശ്യമാണ്. നാളെ നേരം പുലരുമ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനായിരിക്കും. അതിനുശേഷം നമുക്ക് വേട്ടയ്ക്ക് പോകാം. ഞാൻ തിരക്കിട്ട് എൻ്റെ മുറിയിലേക്ക് നടന്ന സമയം ജനറൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇന്ന് താങ്കൾക്ക് എൻ്റെ കൂടെ വേട്ടയ്ക്ക് വരാത്തതിന് വിഷമമുണ്ടല്ലേ? ഇന്ന് ഞാൻ വേട്ടയാടുവാൻ പോകുന്നത് അത്യാവശ്യം സാമർത്ഥ്യക്കാരനായ കറുത്ത ബലവാനായ ഒരു ഇരയാണ്. കാഴ്ചയിൽ അവന് സാമർത്ഥ്യം കൂടുതലാണ്. എന്തായാലും ഞാൻ ഇന്ന് വേട്ടയ്ക്ക് പുറപ്പെടുകയാണ്. നമുക്കിനിയും വേട്ട കഴിഞ്ഞ ശേഷം നാളെ കാണാം എന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്ന് ജനറൽ സറാഫും
പോയി. ഞാൻ പതിയെ നടന്ന് മുറിയിലേക്ക് പോയി. ഞാൻ എൻ്റെ മുറിയിലെ ആ മെത്തയിൽ അങ്ങനെ കടന്നു. എൻ്റെ എല്ലാ നാഡീ നരമ്പുകളും തളർന്നിരിക്കുകയാണ്. ഒന്ന് ഉറങ്ങിയാലെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എൻ്റെ കണ്ണുകൾ എനിക്ക് അടയ്ക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മുറിക്ക് പുറത്തെ ഇടനാഴിയിൽ നേർത്ത രീതിയിലുള്ള പാദപതനങ്ങൾ ഞാൻ കേട്ടിരുന്നു. ഒരു വട്ടം അത് തുറന്നു നോക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ അത് തുറക്കുവാനുള്ള മനസ്സ് എനിക്കില്ലായിരുന്നു. ഞാൻ പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ജനാലയ്ക്ക് അരികിലേക്ക് നടന്നു. ഞാൻ നിൽക്കുന്ന മുറി അവിടുത്തെ ഏതോ ഒരു ഗോപുരത്തിലെ ഉയർന്ന മുറിയിലായിരുന്നു. കോട്ടയിലെ ലൈറ്റുകളെല്ലാം ഇപ്പോൾ അണഞ്ഞിരുന്നു. എങ്ങും അന്ധകാരം വ്യാപിച്ചു കഴിഞ്ഞിരുന്നു, ഒപ്പം നിശബ്ദതയും. എന്നാൽ അന്ന് ആകാശത്ത് പിളറിയ ഒരു ചന്ദ്രക്കല ഉണ്ടായിരുന്നു. അതിന്റെ മങ്ങിയ വെളിച്ചത്തിൽ പതിയെ മുറ്റം കാണാൻ സാധിക്കുമായിരുന്നു. അകത്തേക്കും പുറത്തേക്കും നടന്നു നീങ്ങുന്ന കറുത്ത നിഴൽ ചിത്രങ്ങൾ കാണുവാൻ സാധിക്കുമായിരുന്നു. പതിയെ എന്റെ സാന്നിധ്യം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ആ വേട്ടപ്പട്ടികൾ അവയുടെ പച്ച കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കിയത്. അങ്ങനെ ഞാൻ എൻ്റെ കിടക്കയിലേക്ക് മടങ്ങി വന്ന് കിടന്നു. നേരം പുലരാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് എനിക്ക് ചെറിയൊരു ഉറക്കം കിട്ടിയത്. അങ്ങനെ നല്ലൊരു ഉറക്കത്തിലേക്ക് ആഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങ് അകലെ നിന്നും ഒരു വെടിയുടെ ഒച്ച എന്നെ അസ്വസ്ഥപ്പെടുത്തി എന്നെ അവിടെ നിന്നും ഉണർത്തിയത്. ഉച്ചയാകുന്നത് വരെയും ജനറൽ സറാഫ് അവിടേക്ക് മടങ്ങി എത്തിയിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് ഉച്ച കഴിഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്നത് ഒരു ഗ്രാമമുഖ്യൻ ധരിക്കുന്നത് പോലെയുള്ള കമ്പിളി വസ്ത്രങ്ങളായിരുന്നു. വന്ന ജനറൽ എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊട്ടും സുഖമില്ല എന്ന്. ജനറൽ പറഞ്ഞു, ഞാൻ തലേന്ന് രാത്രിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇന്നലെയും സംഭവിച്ചത്. ഈ തലേന്ന് രാത്രിയിലത്തെ വേട്ടയാടലിന് ഒരു സുഖവും ഉണ്ടായിരുന്നില്ല. ഇരയ്ക്ക് അവന്റെ തല നഷ്ടപ്പെട്ടു. ആ നാവികൻ എനിക്കായി ഒരുക്കി തന്നത് നേർരേഖയിലുള്ള ഒരു പാതയായിരുന്നു. അവർക്കറിയില്ല വനത്തിൽ എങ്ങനെയാണ് പതുങ്ങിയിരിക്കേണ്ടത്, പാത്തിരിക്കേണ്ടത് എന്നൊന്നും. യുവന്മാരുടെ മസ്തിഷ്കം മന്ദഗതിയിലെ മസ്തിഷ്കമാണ്. കണ്ട വിഡ്ഢിത്തരവും മണ്ടത്തരവുമെല്ലാം അവന്മാർ കാട്ടിക്കൂട്ടും. അതെല്ലാം അവന്മാർ ഇരിക്കുന്ന സ്ഥലത്തെ വിളിച്ചോതുകയും ചെയ്യും. താങ്കൾക്ക് ഒരു ഗ്ലാസ് മദ്യം കൂടി ഒഴിക്കട്ടെ മിസ്റ്റർ റെയിൻഫോർഡ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ എത്രയും വേഗം തന്നെ ഈ ദ്വീപ് ഉപേക്ഷിച്ചു പോകുവാൻ താല്പര്യപ്പെടുന്നു മിസ്റ്റർ ജനറൽ. അത് കേട്ടതും ജനറലിന്റെ പുരുകങ്ങൾ ഉയർന്നു. ജനറൽ പറഞ്ഞു, താങ്കൾ ഇപ്പോൾ സുഖപ്പെട്ടിരിക്കുന്നില്ല. താങ്കളുടെ ആരോഗ്യം ഇപ്പോഴും താങ്കൾ വീണ്ടെടുത്തിട്ടില്ല. ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം മാത്രം താങ്കൾക്ക് പോയാൽ പോരെ. അതുമാത്രവുമല്ല, നമ്മൾ ഇതുവരെ നായാടാൻ പോയിട്ടുമില്ല. അത് കേട്ടതും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ താങ്കളോട് ഇന്നലെ പറഞ്ഞതാണ് താങ്കളുടെ ഈ നായാട്ട് വിനോദത്തിൽ എനിക്ക് കമ്പമില്ല എന്ന്. അതുമാത്രമല്ല, ഞാൻ ഇന്ന് തന്നെ ഈ ദ്വീപ് വിടുവാൻ ആഗ്രഹിക്കുന്നു. അത് കേട്ടതും ജനറലിന്റെ കണ്ണുകൾ തിളങ്ങി. അദ്ദേഹം പറഞ്ഞു, അതെല്ലാം താങ്കളുടെ ഇഷ്ടമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് 2 പേർക്കും നായാട്ടിന് പോകാം. ഞാൻ ആകെ അസ്വസ്ഥനായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നുവല്ലോ എനിക്ക് നായാട്ടിന് വരുവാൻ ഒരു താല്പര്യവുമില്ല. എനിക്ക് നായാടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുമില്ല. അതിനു മറുപടിയായി ജനറൽ പറഞ്ഞത് ഇതാണ്, ഞാൻ തലേന്ന് രാത്രിയെ താങ്കളോട് പറഞ്ഞതാണ്. അതെല്ലാം നായാടാൻ പോകുന്നതും നായാടാൻ വരുന്നതുമെല്ലാം താങ്കളുടെ ഇഷ്ടമാണ്. എന്റെ നായാട്ട് ആശയത്തെപ്പറ്റി താങ്കളോട് ഞാൻ തലേന്നും പറഞ്ഞതാണ്. പിന്നെ ഇരയ്ക്ക് ഞാൻ എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുമെന്നും താങ്കളോട് പറഞ്ഞതാണ്. അയവിനേക്കാൾ നല്ല ആശയമാണ് എൻ്റേത് എന്ന് താങ്കൾക്ക് അഭിപ്രായമൊന്നുമില്ലേ? അത് കേട്ടതും എൻ്റെ കാലിൽ നിന്നും ഒരു പെരുപ്പ് തലയിലേക്ക് കയറി വന്നു. ഞാൻ വിറയ്ക്കുന്ന കണ്ണുകളുമായി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിച്ചത് അതല്ലല്ലോ അല്ലേ എൻ്റെ സ്നേഹിത? ജനറൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേട്ടയാടുന്നതിനെ കുറിച്ചുള്ള എൻ്റെ ആശയം ഞാൻ തലേന്നും താങ്കളോട് പങ്കുവെച്ചതാണ്. അതുമാത്രമല്ല, നായാട്ടിനെ കുറിച്ച് ഞാൻ എന്ത് ആശയമാണോ പങ്കുവെക്കുന്നത് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും താങ്കളോട് തലേന്ന് രാത്രിയിലും ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഉരുക്ക് ശരീരത്തിന് പറ്റിയ ആയുധധാരിയായ മറ്റൊരു എതിരാളിക്ക് വേണ്ടി ഞാനിത് കുടിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൈകളിലിരുന്ന ഗ്ലാസ് മുകളിലേക്ക് ഉയർത്തി. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തോടെയും ഭയത്തോടെയും അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. അപ്പോൾ ജനറൽ സറാഫ് പറഞ്ഞു, ഈ കളി മുതലാകുമെന്ന് താങ്കൾക്ക് ഇന്ന് രാത്രി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ മസ്തിഷ്കം താങ്കളുടെ മസ്തിഷ്കത്തിനെതിരെ, താങ്കളുടെ നായാട്ട് എൻ്റെ നായാട്ടിനെതിരെ, താങ്കളുടെ ശക്തിയും വീറും എൻ്റേതിനെതിരെ. ആഹ്ലാദത്തോടെ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. ദേഷ്യം ഇരമ്പി നിന്ന ഞാൻ കർക്കശത്തോടെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ഇനിയിപ്പോൾ ഞാൻ ജയിക്കുകയാണെങ്കിൽ? അതിന് ജനറൽ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഇനിയും 3-ാമത്തെ ദിവസം അർദ്ധരാത്രിയിലും താങ്കളെ എനിക്ക് പിടിക്കുവാനോ കണ്ടെത്തുവാനോ സാധിച്ചില്ല എങ്കിൽ പിറ്റേന്ന് പുലർച്ചെ തന്നെ എൻ്റെ പത്തേമാരി പുറത്തുള്ള ഏതെങ്കിലും വൻ നഗരത്തിൽ താങ്കളെ എത്തിച്ചിരിക്കും. താങ്കൾക്ക് എന്നെ വിശ്വസിക്കാം, ഒരു കളിക്കാരൻ എന്ന നിലയിലും ഒരു സുഹൃത്ത് എന്ന നിലയിലും. പക്ഷേ പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊന്നും താങ്കൾ പുറത്തു പറയില്ല എന്ന ഒരു ഉറപ്പ് നിങ്ങൾ എനിക്ക് തരണം, ജനറൽ സറാഫ് പറഞ്ഞു.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെയുള്ള ഉറപ്പൊന്നും എനിക്ക് നൽകുവാൻ സാധിക്കില്ല. അതൊക്കെ ഇപ്പോൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? 3 ദിവസം കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാമല്ലോ, ജനറൽ പറഞ്ഞു. ഐവാൻ നിങ്ങൾക്ക് ധരിക്കുവാനുള്ള വേട്ടവസ്ത്രവും കത്തിയും ആഹാരവും നൽകും. നിങ്ങൾക്ക് ധരിക്കുവാൻ മൃദുവായ ചെരുപ്പ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. അവ നിസാരമായ കാലടി പാതകൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ദ്വീപിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തെ ചതുപ്പ് ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഞങ്ങളതിനെ വിളിക്കാറുള്ളത് ചാവ് ചതുപ്പെന്നാണ്. ഒരു ദിവസം ഒരു മണ്ടൻ ചങ്ങാതി അതിന് ശ്രമിച്ചതാണ്. അവിടുത്തെ ഒരു മണൽ ചുഴിയിൽപ്പെട്ട് അവൻ ആ ചുഴിയിലേക്ക് താന്നു പോകുന്നത്, ആ ചതുപ്പിലേക്ക് താന്നു പോകുന്നത് ഞാൻ കണ്ടു. ഓക്കെ മിസ്റ്റർ സാൻഫോർഡ്, ഇപ്പോൾ താങ്കൾ എനിക്ക് വിട നൽകണം. എനിക്ക് ഉച്ചഭക്ഷണം കഴിച്ച് ഒരു മയക്കം പതിവുള്ളതാണ്. താങ്കൾ താങ്കളുടെ ഒരുക്കം തുടങ്ങിക്കോളൂ. ഇനിയിപ്പോൾ താങ്കൾക്ക് ഉച്ചമയക്കത്തിനുള്ള സമയം ഉണ്ടാകില്ലല്ലോ അല്ലേ? താങ്കൾ ഭയക്കണ്ട. സന്ധ്യ വരെ ഞാൻ താങ്കളെ അനുഗമിക്കില്ല. പകൽ നായാട്ട് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം രാത്രിയിൽ നായാട്ട് ചെയ്യുന്നതാണ്. താങ്കൾക്കും അതല്ലേ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു വിട പറച്ചതിന് ശേഷം അദ്ദേഹം നടന്ന് അദ്ദേഹത്തിന്റെ മുറിക്കുള്ളിലേക്ക് പോയി വിശ്രമിക്കുവാൻ വേണ്ടി. ഐവൻ എനിക്കുള്ള കത്തിയും വേട്ടവസ്ത്രവും ആഹാരവും നൽകി. പിന്നെ ഒട്ടും താമസിച്ചില്ല. വേട്ടവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കത്തിയെടുത്ത് അരയിൽ വെച്ചുകൊണ്ട് ഞാൻ കാട്ടുവഴിയിലൂടെ നടന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ശാന്തചിത്തനാകണം. എന്താണ് ചെയ്യേണ്ടതെന്ന പദ്ധതികൾ അയാൾ നേരത്തെ തന്നെ ഒരുക്കി കാണും. അതെനിക്കറിയാം. അയാളിൽ നിന്നും അകലം പാലിക്കുക എന്നത് മാത്രമാണ് എനിക്ക് ചെയ്യുവാനുള്ളത്. അതിനു വേണ്ട പദ്ധതികളാണ് ഞാൻ ആവിഷ്കരിക്കേണ്ടത്. അയാളുമായി നേർക്കുനേരെ യുദ്ധം ചെയ്ത് ജയിക്കുവാൻ എനിക്കൊരു പക്ഷേ ആയില്ലെന്ന് വരും. അതിനാൽ അയാളിൽ നിന്നും ആകും വിധം അകലം പാലിച്ചു നിൽക്കണം. അതിനായി വ്യക്തമായ ഒരു പദ്ധതികൾ ഞാൻ തയ്യാറാക്കി. അദ്ദേഹത്തിന് എന്നെ പിന്തുടർന്നു വരുവാൻ വേണ്ടിയുള്ള ഒരു വനപാത ഞാൻ തയ്യാറാക്കി കൊടുക്കാം. ഒരു ട്രാക്ക് ഉണ്ടാക്കാം. ഞാൻ നടന്നുകൊണ്ടിരുന്ന വനപാതയിലൂടെ പെട്ടെന്ന് വെട്ടിമാറി തലങ്ങനെയും കുറുകനെയും വളയം വെച്ചും ഞാൻ നടന്നു. ഞാൻ നടന്നു വന്ന കാട്ടുപാതയിലൂടെ പല തവണ ഞാൻ തലങ്ങനെയും കുറുകനെയും നടന്നു. ഒരു കുറുക്കനെ വേട്ടയാടുവാൻ പോകുമ്പോൾ അവൻ എങ്ങനെയാണോ വെട്ടിമാറുന്നത് അതെല്ലാം ആ പാടവുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഞാൻ അവിടെ നടന്നത്. അങ്ങനെ ഞാൻ നടന്ന് ആ കാലടി പാതകൾ ഇരട്ടിപ്പിച്ചു. മരത്തിന്റെ ചില്ലകൾ അടിയേറ്റ് മുറിവും മുഖവും കൈയുമായി ആ രാത്രിയിൽ തളർന്നു ക്ഷീണിച്ച കാലുകളുമായി ഞാൻ നിന്നതിന് രാത്രി സാക്ഷ്യം വഹിച്ചു. നടന്ന് ക്ഷീണിച്ച് തളർന്ന് എനിക്ക് ഒരു വിശ്രമം ആവശ്യമായി വന്നു. ഇത്രയും സമയം ഞാൻ കുറുക്കൻ കളിക്കുകയായിരുന്നു. ഇനിയും നാടോടി കഥയിലെ പൂച്ചയാകാം. ഞാൻ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. 4 ഭാഗം ക്ഷീരങ്ങൾ വളർന്നു നിൽക്കുന്ന വലിയൊരു മരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ചെറിയ അടയാളം പോലും അവിടെ ഉണ്ടാക്കാത്ത വിധം ഞാൻ വളരെ പ്രയാസപ്പെട്ട് ആ മരത്തിലേക്ക് വലിഞ്ഞു കയറി. അതിലെ ഒരു നീണ്ടു നിവർന്ന ശിഖരത്തിൽ ഞാൻ നീണ്ടു നിവർന്ന് കടന്ന് വിശ്രമിച്ചു. ആ വിശ്രമം എനിക്ക് പകർന്നു നൽകിയത് ഒരു സുരക്ഷാ ബോധമായിരുന്നു. ജനറൽ സറാഫിനെ പോലെയുള്ള തീക്ഷ്ണമായ നായാട്ടുകാരന് പോലും ഇവിടെ എന്നെ കണ്ടെത്താൻ പറ്റില്ല എന്ന ഒരു വിശ്വാസം എനിക്ക് കൈവന്നു. ഇരുട്ടിക്കഴിഞ്ഞാൽ ആ ദുർഘടമായ വനപാതയിലൂടെ കാലടി പാതകൾ പിന്തുടർന്ന് നടന്നു വരുവാൻ ഒരു ചെകുത്താന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ജനറൽ ഒരു ചെകുത്താനായിരിക്കുമോ? ആ ചിന്ത എന്നെ വീണ്ടും വിഷമത്തിലേക്കാഴ്ത്തി. ആശങ്കാകുലനായ ആ രാത്രി ഒരു മുറിവേറ്റ പാമ്പിനെ പോലെ പതിയെ ഇഴഞ്ഞു മുന്നിലേക്ക് നീങ്ങി. അന്നത്തെ രാത്രി ഉറക്കം എൻ്റെ അടുത്തു പോലും വന്നില്ല. പതിയെ ഇരുട്ടിനോട് വിട പറഞ്ഞുകൊണ്ട് നേരം പുലരാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കിളി കരഞ്ഞുകൊണ്ട് പറന്നകലുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞാൻ മരത്തിന്റെ ചില്ലയിൽ കമന്നു കടന്നുകൊണ്ട് ഇലകൾക്കിടയിലൂടെ നോക്കി. കുറ്റിക്കാടുകൾക്കിടയിൽ എന്തോ വനങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ അവിടേക്ക് സൂക്ഷിച്ചു നോക്കി കടന്നു. കുറ്റിക്കാടുകൾ മെല്ലെ മാറ്റിക്കൊണ്ട് എൻ്റെ കാലടി പാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് ആരോ നടന്നു വരികയാണ്. ആ നടന്നു വരുന്നത് വേറെ ആരും ആയിരുന്നില്ല, ജനറൽ സറാഫ് തന്നെയായിരുന്നു. അയാൾ പതിയെ നടന്നു വന്ന് ഞാൻ ഇരുന്നിരുന്ന മരത്തിന് താഴെ വന്നു നിന്നു. ഏകാചിത്തനായി കുറെ നേരം അദ്ദേഹം അവിടെ ചെലവഴിച്ചു. അതിനുശേഷം അദ്ദേഹം തറ പരിശോധിച്ചു. ഒരു പുള്ളിപ്പുലി ചാടി വീഴുന്നത് പോലെ അദ്ദേഹത്തിന്റെ പുറത്തേക്ക് കൂർത്ത കത്തിയുമായി ചാടി വീണ് കുത്തി കൊലപ്പെടുത്തുവാനായിരുന്നു എൻ്റെ ഉൾപ്രേരണ. എന്നാൽ അതിൽ നിന്നും എന്നെ വിടുവിച്ചത് ജനറലിന്റെ കയ്യിലിരുന്ന വലത്തെ കയ്യിലിരുന്ന ഓട്ടോമാറ്റിക് പിസ്റ്റൽ ആയിരുന്നു. മരത്തിന്റെ താഴെ നിലയുറപ്പിച്ച ജനറൽ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചു. സിഗരറ്റിൽ നിന്നും രൂക്ഷമായ കുന്തിരിക്കിന്റെ ഗന്ധം പതിയെ അവിടെ നിന്നും എന്റെ നാസികളിലേക്ക് തുളച്ചു കയറി. ഞാൻ ശ്വാസം അടക്കി പിടിച്ച് മരത്തിന്റെ മുകളിൽ നിന്നു. പിന്നെ പതിയെ തറയിൽ നിന്നും അദ്ദേഹം മരത്തിന്റെ മുകളിലേക്ക് ഇഞ്ചിഞ്ചായി നോക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ നോട്ടം പതിയെ മുകളിലേക്ക് ഉയർന്നു വരുന്തോറും എന്റെ നെഞ്ചുടിപ്പ് കൂടുവാൻ തുടങ്ങി. എന്റെ പേശികൾ വലിഞ്ഞു മുറുകുവാൻ തുടങ്ങി. എന്നാൽ ഞാനിരുന്ന ശിഖരം എത്തുന്നതിന് മുന്നേ തന്നെ അയാൾ അദ്ദേഹത്തിന്റെ കണ്ണ് പിൻവലിച്ചു. അയാളുടെ തവിട്ട് നിറമുള്ള മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അയാൾ ഒരു പുക കൂടി
വലിച്ചെടുത്ത് പുറത്തേക്ക് ശക്തമായി ഊതിവിട്ടതിന് ശേഷം അദ്ദേഹം മരത്തിന് പുറംതിരിഞ്ഞു നിന്ന് അലസമായി നടന്നകന്നു. അയാൾ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ച് നടന്നു പോകുകയായിരുന്നു. അയാളുടെ നായാട്ട് ഷൂ കുറ്റിക്കാടുകൾക്കിടയിൽ ഉരസുന്ന ശബ്ദം നേർത്ത് ഇല്ലാതാകുന്നത് ഞാൻ ശ്രവിച്ചു. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തകൾ എൻ്റെ മനസ്സിനെ മരവിപ്പിക്കുകയും ചെയ്തു. ഞാൻ ചിന്തിച്ചത് ഇതാണ്: രാത്രിയിൽ കാട്ടിലെ വനപാതയിലൂടെ കാലടികൾ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന് സഞ്ചരിക്കുവാനാകും. ഏറ്റവും ദുഷ്കരമായ പാതയിലൂടെ പോലും അദ്ദേഹത്തിന് പിന്തുടരുവാൻ സാധിക്കും. അയാൾക്ക് ഉറപ്പായും മനുഷ്യാതീതമായ കഴിവുകൾ ഉണ്ടായിരിക്കണം. അയാൾ എന്നെ കാണാതെ തിരികെ പോയത് വെറും യാദൃശ്ചികം മാത്രമായിരിക്കാം. എന്നാൽ എൻ്റെ രണ്ടാമത്തെ ചിന്ത അതിലും ഭയാനകമായിരുന്നു. ആ ചിന്ത എൻ്റെ മസ്തിഷ്കത്തെയും ശരീരത്തെയും മരവിച്ച് നിർത്തുന്നത് പോലെ തോന്നി. ജനറൽ എന്തിനാണ് പുഞ്ചിരിച്ചത്? അയാൾ എന്തിനു വേണ്ടിയാണ് തിരിഞ്ഞു നടന്നത്? ഉറപ്പായും അദ്ദേഹത്തിന് ഞാൻ ഇരിക്കുന്ന സ്ഥലം മനസ്സിലായി കാണണം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ചിരിച്ചത്. അല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി അദ്ദേഹം എന്നെ ഒഴിവാക്കി വിട്ടതായിരിക്കണം. അദ്ദേഹം ഇപ്പോൾ ഞാനുമായി കളിക്കുകയാണ്. നായാട്ടുകാരൻ്റെ കൗശലം. സത്യത്തിൽ ഇവിടെ യഥാർത്ഥ പൂച്ച അയാളായിരുന്നു. ഞാൻ വെറും എലിയാണ്. എലി. ഭീതി എന്ന വാക്കിൻ്റെ മുഴുവൻ അർത്ഥവും ആ സമയം എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഞാൻ എൻ്റെ മനസാന്നിധ്യം കൈവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മരത്തിൽ നിന്നും പതിയെ ഊർന്ന് താഴേക്കിറങ്ങി വീണ്ടും വനത്തിലേക്ക് നടന്നു കയറി. എൻ്റെ മനസ്സിനെ ഞാൻ ഉറച്ച് വിശ്വസിപ്പിച്ചു. ഞാൻ നേരത്തെ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 300 അടി അകലെ ഒരു ജീവനറ്റ ശരീരം മറ്റൊരു ജീവനുള്ള ചെറു മരത്തിന് മുകളിലേക്ക് ഉറപ്പില്ലാത്ത രീതിയിൽ ചാഞ്ഞു കിടന്നിരുന്നു. ഞാൻ വനത്തിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണഭാണ്ഡം ദൂരേക്ക് വലിച്ചെറിഞ്ഞ് എൻ്റെ ഉറയിലിരുന്ന കത്തി ഊരിയെടുത്ത് ഞാൻ പതിയെ പണി തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ പണി പൂർത്തിയായി. അവിടെ നിന്നും വീണ്ടും ഞാൻ ദൂരേക്ക് ഓടി മാറി. അങ്ങ് ദൂരെ 100 അടി അകലത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മരത്തിന് മറവിലേക്ക് ഞാൻ മറഞ്ഞിരുന്നു. എനിക്ക് അധിക സമയം അവിടെ കാത്തിരിക്കേണ്ടതായി വന്നു. എലിയോട് കളിക്കുന്നതിന് വേണ്ടി വീണ്ടും പൂച്ച അവിടേക്ക് നടന്നെടുത്തു വന്നു. നീണ്ട ചെവിയും ഉറച്ച ശരീരവുമുള്ള വേട്ടപ്പട്ടികൾ മണം പിടിക്കുന്ന പോലെ മണം പിടിച്ചുകൊണ്ട് അദ്ദേഹം ഞാൻ നടന്നു വന്ന വനപാതയിലൂടെ എന്നെ അന്വേഷിച്ച് നടന്ന് അവിടേക്ക് വന്നു. ചവിട്ടി അരയ്ക്കപ്പെട്ട പുൽനാമ്പുകൾ, നേർത്ത അടയാളങ്ങൾ, നേർത്ത പായലുകൾ, ഇവയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു അയാൾ അവിടേക്ക് നടന്നെടുത്തുകൊണ്ടിരുന്നത്. ജനറൽ തന്റെ പതുങ്ങിയുള്ള വരവിൽ അത്രയും ജാഗ്രത പുലർത്തിയിരുന്നു. ഞാൻ കുറച്ചു മുന്നേ അവിടെ തീർത്ത സാധനത്തിൽ അയാൾ കാണും മുൻപേ കയറിയിരുന്നു. തോക്കുപോലെ പുറത്തേക്ക് ഉന്തി നിന്ന മരത്തിന്റെ ചില്ലയിൽ അയാളുടെ കാലുകൾ സ്പർശിക്കുകയും ചെയ്തു. അയാൾ അതിൽ സ്പർശിച്ചതും അയാൾക്ക് അപകടം മനസ്സിലായി. അയാൾ ഒരു ആൾക്കുരങ്ങ് ചാടുന്നത് പോലെ അവിടുന്ന് ഒഴിഞ്ഞു ചാടി മാറി. എന്നാൽ അയാൾക്ക് അത്ര വേഗത പോരായിരുന്നു. ജീവനുള്ള മരത്തിൽ താങ്ങി വെച്ചിരുന്ന ജീവനറ്റ മരം നിലം പൊത്തി. വീഴുന്ന വീഴ്ചയിൽ ആ മരം ജനറലിന്റെ തോളിലേക്ക് വീണ് അദ്ദേഹത്തിന് പരിക്കേൽപ്പിച്ചു. ജനറലിന് ജാഗ്രത കുറവായിരുന്നെങ്കിൽ ഉറപ്പായും ആ കെണിയിൽ ജനറൽ വീഴുകയും ആ മരത്തിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് ചാകുകയും ചെയ്തിരുന്നേനെ. ആ ആഘാതത്തിൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞു. എന്നാൽ അയാളുടെ കൈവശമുണ്ടായിരുന്ന റിവോൾവർ താഴെയിട്ടില്ല. അയാൾ ഉറച്ച മനുഷ്യ ശരീരം പോലെ അവിടെ തന്നെ ഉറച്ചു നിന്നു. ഭീതിയിൽ ഞാൻ അവിടെ തന്നെ മറഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് മറ്റൊന്ന് കേൾക്കുവാൻ സാധിച്ചു: ജനറലിന്റെ കളിയാക്കിയുള്ള ചിരി. എന്നിട്ട് അയാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: റെയിൻസ്ഫോർഡ്, താങ്കൾ എൻ്റെ ഉണ്ടെങ്കിലെന്നല്ല, ഉണ്ട് എന്നെനിക്ക് നല്ല പോലെ അറിയാം. താങ്കൾക്ക് അനുമോദനങ്ങൾ. അധികം പേർക്കൊന്നും മനുഷ്യരെ കൊടുക്കുന്ന മലായിക്കണി ഉണ്ടാക്കാൻ അറിയില്ല. താങ്കൾക്കറിയാമോ, ഭാഗ്യവശാൽ ഞാനും മലാക്കയിൽ വേട്ടയാടിയിട്ടുണ്ട്. താങ്കളിപ്പോൾ എൻ്റെ വീറിനെയും വാശിയെയും വെല്ലുവിളിക്കുന്ന ഒരു ഇരയായി മാറിക്കഴിഞ്ഞു റെയിൻസ്ഫോർഡ്. ഞാനിപ്പോൾ തിരികെ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്, ഈ മുറിവ് വെച്ച് കെട്ടുവാൻ വേണ്ടി. ഇത് നിസ്സാരമായൊരു മുറിവാണ്. ഞാൻ മടങ്ങി വരിക തന്നെ ചെയ്യും. ജനറൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ ഓട്ടം തുടർന്നു. ഇത്തവണ തികഞ്ഞ നിരാശയിലും എങ്ങോട്ട് പോകണമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടവനെയും പോലെയുമായിരുന്നു എൻ്റെ ഓട്ടം. അത് ശരിക്കും ഒരു പറക്കൽ തന്നെയായിരുന്നു. ദിശബോധം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിച്ച ഒരുവന്റെ പാച്ചിൽ. ഇപ്പോൾ സമയം വൈകുന്നേരം കഴിഞ്ഞിരുന്നു. രാത്രി എത്തി നോക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. രാത്രി അവിടേക്ക് കടന്നു വന്നപ്പോഴും വിശ്രമമില്ലാതെ ഞാൻ ഓടുകയായിരുന്നു. ഞാൻ ഓടുന്ന പാത ദൃഢമായി വന്നു. പുല്ലുകൾക്ക് വളർച്ച കൂടിയതുപോലെ എനിക്ക് തോന്നി. അവിടുത്തെ ക്ഷുദ്രജീവികൾ എൻ്റെ ശരീരത്തിൽ ആക്രമണം നടത്തി. അവിടുത്തെ സസ്യജാലങ്ങൾ കൂടുതൽ ഉയരത്തിലും ഇടതുറന്നു നിൽക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ വീണ്ടും മുന്നിലേക്ക് ഓട്ടം തുടങ്ങി. വളരെ വേഗം ഒരു ചെളിക്കകത്തേക്ക് എൻ്റെ കാല് ഊർന്ന് താന്നു. ഞാൻ വളരെ പ്രയാസപ്പെട്ട് എൻ്റെ കാല് അവിടെ നിന്നും വലിച്ചൂരി ഞാനൊരു വശത്തേക്ക് മാറി നിന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന്. അതെ, മരണച്ചുഴിയും മണൽ ചുഴിയുമുള്ള സ്ഥലത്താണ്. ചതുപ്പ് നിറഞ്ഞ
പ്രദേശത്ത്. അങ്ങനെ അവിടെ എന്തു ചെയ്യണമെന്ന് നിന്നപ്പോഴാണ് ഒരാശയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഞാൻ ചെളിക്കകത്ത് താഴ്ന്ന കുഴിയിൽ നിന്നും ഏകദേശം 12 അടി മുന്നിലേക്ക് നടന്ന് അവിടെ ഒരു വലിയൊരു കുഴി കുഴിക്കുവാൻ തുടങ്ങി. ഞാൻ ഇതിനു മുന്നേയും ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്. ഫ്രാൻസിൽ വെച്ച് ഇതുപോലൊരു കുഴി ഞാൻ കുഴിച്ചിട്ടുണ്ട്. അതും ഇതുപോലൊരു സന്ദർഭത്തിലായിരുന്നില്ല എന്ന് മാത്രം. എൻ്റെ വേഗത വല്ലാതെ കൂടി വന്നു. അത് ഏകദേശം എൻ്റെ ചുമലിനോളം പൊക്കം വന്നപ്പോൾ ഞാൻ നിർത്തി. ഞാൻ പതിയെ വലിഞ്ഞു കയറി. വൃക്ഷങ്ങളിൽ നിന്നും കുറച്ച് ചുള്ളിക്കമ്പുകൾ ഒടിച്ചെടുത്തു കൊണ്ടുവന്നു. അതിനുശേഷം ആ ചില്ലകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് കൂർപ്പിച്ച് ആ കുഴിയുടെ അടിവശത്തേക്ക് കുത്തി നിർത്തി. അത് കഴിഞ്ഞ് കളകളും ചില്ലകളും എല്ലാം പറിച്ചെടുത്തുകൊണ്ട് ആ കുഴിയുടെ ഭാഗം ഞാൻ മൂടി. പിന്നെ എവിടെ പതുങ്ങിയിരിക്കണമെന്ന ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ ചുറ്റുപാടും നോക്കി. ആ നോട്ടം എന്നെ എത്തിച്ചത് ഇടിയേറ്റ് കരിഞ്ഞുണങ്ങിപ്പോയ ഒരു മരത്തിന്റെ കുറ്റിയുടെ സമീപത്തേക്കായിരുന്നു. ഞാൻ അവിടേക്ക് പാഞ്ഞു. ആ കുറ്റിക്ക് പിന്നിൽ ഞാൻ പതുങ്ങിയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വരവ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കാൽപതന ശബ്ദം ദൂരെ നിന്നും കേൾക്കുവാൻ സാധിച്ചു. അതുമാത്രമായിരുന്നില്ല, ആ കാറ്റ് എവിടെ നിന്നോ അദ്ദേഹത്തിന്റെ സിഗരറ്റിന്റെ ഗന്ധം എൻ്റെ നാസികളിലേക്ക് എത്തിച്ചിരുന്നു. അവിടെ കുനിഞ്ഞിരിക്കുന്ന എനിക്ക് അദ്ദേഹത്തിന്റെ വരവ് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇത്തവണ അദ്ദേഹം വന്നുകൊണ്ടിരുന്നത് പതിവിലും വേഗത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ വരവ്, അതുപോലെ തന്നെ ഞാൻ ഒരുക്കി വെച്ചിരുന്ന ആ കുഴി ഒന്നും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ശബ്ദം ഞാൻ കേട്ടു, ഒരു നിലവിളി. ഞാൻ പെട്ടെന്ന് കുറ്റിക്ക് പിന്നിൽ നിന്നും മുന്നിലേക്ക് ചാടി വീണു. അതിനുശേഷം പിന്നിലേക്ക് തന്നെ ചാടി മാറി. ഞാൻ കണ്ട കാഴ്ച ഇതായിരുന്നു. ആ കുഴിയിൽ നിന്നും 3 അടി അകലത്തിൽ ആ മനുഷ്യരൂപം നിൽക്കുന്നു, ഒരു ഇലക്ട്രിക് ടോർച്ച് കത്തിച്ചു പിടിച്ചുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കിയ ബർമീസ് കടുവക്കുഴി അതിഗംഭീരം തന്നെയായിരുന്നു സുഹൃത്തെ. അതെന്റെ കവർന്നെടുത്തത് എൻ്റെ ഏറ്റവും നല്ല നായകളിൽ ഒന്നിനെയാണ്. വീണ്ടും നിങ്ങൾ നേടുന്നു. എൻ്റെ മുഴുവൻ സന്നാഹങ്ങൾക്കുമെതിരെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ നോക്കൂ. ഇനിയും കുറച്ച് വിശ്രമിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. നല്ലൊരു വൈകുന്നേരം നൽകിയതിന് നിങ്ങൾക്ക് നന്ദിയുണ്ട് എൻ്റെ സുഹൃത്തെ എന്ന് പറഞ്ഞതിന് ശേഷം ജനറൽ തിരികെ വീട്ടിലേക്ക് നടന്നകന്നു. അന്ന് രാത്രിയിൽ ആ മരക്കുറ്റിക്ക് സമീപം തന്നെയായിരുന്നു ഞാൻ കടന്ന് ഉറങ്ങിയത്. എന്നെ വിളിച്ചുണർത്തിയത് ഒരു ശബ്ദമായിരുന്നു. അങ്ങ് വിദൂരത്ത് നിന്നും ഞാൻ കേട്ട കാലടിയുടെ ശബ്ദം, കൂടെ വേട്ടപ്പട്ടികളുടെ കുരയ്ക്കലിന്റെ ശബ്ദവുമായിരുന്നു. എനിക്കിപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യാം. അദ്ദേഹം വരുന്നത് വരെ ഇവിടെ കാത്തിരിക്കാം. അത് ആത്മഹത്യാപരമായിരിക്കാം. എങ്കിൽ എനിക്ക് ഓടി മാറാം. അത് അനിവാര്യമായ കാര്യത്തിനെ മാറ്റിവെക്കലായിരിക്കാം. പിന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ മറ്റൊരാശയം എൻ്റെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നു. ഞാൻ പതിയെ എൻ്റെ ബെൽറ്റ് വലിച്ചു മുറുക്കി നടപ്പ് തുടർന്നു. അങ്ങ് ദൂരെയുള്ള ഒരു കുന്നിലേക്ക് ഞാൻ വലിഞ്ഞു കയറി. അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് മുകളിലേക്ക് ഞാൻ വീണ്ടും വലിഞ്ഞു കയറി. അവിടെ നിന്ന് ദൂരെ കാഴ്ചകൾ നോക്കിക്കണ്ടു. അങ്ങ് ദൂരെ എനിക്ക് കാണുവാൻ സാധിച്ചത് ജനറൽ സറാഫിന്റെ മെലിഞ്ഞ രൂപമായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ വേട്ടപ്പട്ടികളെ നയിച്ചുകൊണ്ട് ആ വലിയ രൂപവും ഞാൻ കണ്ടു. അതായത് ഐവന്റെ രൂപമായിരുന്നു. അദ്ദേഹത്തെ മുന്നിലേക്ക് നയിക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹം നടന്നു വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ കൈവശമായിരുന്നു ആ വേട്ടപ്പട്ടികളുടെ ചെങ്ങലകളെല്ലാം ഇരുന്നത്. ഒരുപക്ഷെ അതായിരിക്കാം അദ്ദേഹത്തെ വലിച്ച് അവിടേക്ക് നയിച്ചു കൊണ്ടിരുന്നത്. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് മറ്റൊരാശയം കടന്നു വന്നത്. ഉഗാണ്ടയിൽ വെച്ച് ഞാൻ പഠിച്ച മറ്റൊരാശയമായിരുന്നു ഞാൻ അവിടെ പ്രവർത്തിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഞാൻ വളരെ വേഗം ആ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. ആ കുന്നിൽ തന്നെ വളച്ചാൽ വളയുന്ന ഒരു ഇളം മരം ഞാൻ കണ്ടെത്തി. അത് വളച്ചു. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന വേട്ടക്കത്തി ഞാൻ ഊരിയെടുത്ത് അതിലേക്ക് കെട്ടിവെച്ചു. കത്തിയുടെ ബ്ലേഡ് ആ പാതയിലേക്ക് ലക്ഷ്യം വെക്കുന്ന രീതിയിലായിരുന്നു ഞാൻ അത് സെറ്റ് ചെയ്തത്. ഒരു കാട്ടുമുന്തിരി വള്ളി വെച്ച് അത് കെട്ടിവെച്ച് ആ ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിന്നും എൻ്റെ ജീവനും കൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടിയകന്നു. എൻ്റെ മണം ഒരുപക്ഷെ അവയ്ക്ക് ലഭിച്ചു കാണണം. അവ കുരച്ചുകൊണ്ട് അവിടം ലക്ഷ്യമാക്കി ഓടി വരികയാണെന്ന് എനിക്ക് തോന്നി. ഈ സാഹചര്യത്തിൽ ഒരു വേട്ടമൃഗത്തിന് എന്താണ് തോന്നുന്നതെന്ന് എനിക്കപ്പോൾ ആ നിമിഷം മനസ്സിലായി. ഓടിക്കിതച്ച് ഞാൻ കിതപ്പ് മാറ്റുവാൻ വേണ്ടി അല്പസമയം നിൽക്കേണ്ടതായി വന്നു. അപ്പോൾ തന്നെ പിടിച്ചിട്ട് നിന്നതുപോലെ തന്നെ വേട്ടപ്പട്ടികളുടെ കുര അവസാനിച്ചു. ഒരു പക്ഷേ അവയിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ആ കെണിയുടെ അരികിലേക്ക് എത്തിക്കാണണം. എന്താണ് സംഭവിച്ചിരിക്കുക എന്നറിയാൻ വേണ്ടി ആവേശപൂർവ്വം ഞാൻ അടുത്തു നിന്ന ഒരു വലിയ മരത്തിലേക്ക് വലിഞ്ഞു കയറി. ഞാൻ പിന്നിലേക്ക് നോക്കി. ആ വേട്ടപ്പട്ടികൾ പിന്തുടരുന്നത് നിർത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് നിരാശ മാത്രമായിരുന്നു ലഭിച്ചത്. കാരണം ആ താഴ്വരയിൽ ഇപ്പോഴും ജനറൽ സറാഫ് തൻ്റെ 2 കാലുകളിൽ നിൽക്കുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനൊപ്പം അവിടേക്ക് നടന്നു വന്ന ഐവൻ ഉണ്ടായിരുന്നില്ല. ഞാൻ വെച്ച കെണിയിൽ ഐവൻ വീണിരുന്നു. അവൻ്റെ തലയിലേക്ക് തന്നെ ആ കത്തി
തറച്ചു കയറിയിരുന്നു. പിന്നെ ഞാൻ വളരെ വേഗം ആ മരത്തിൽ നിന്നും താഴേക്ക് ചാടി. എൻ്റെ ചാട്ടത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കണം ആ വേട്ടപ്പട്ടികൾ വീണ്ടും കുരച്ചത്. ഞാൻ എൻ്റെ ധൈര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഓടി. ഞാൻ മുന്നിലേക്ക് ഓടുവാൻ തുടങ്ങി. എൻ്റെ മുന്നിൽ മരങ്ങൾക്ക് വിടവിലൂടെ ഒരു നീല വെളിച്ചം ഞാൻ കണ്ടു. അവിടം ലക്ഷ്യമാക്കി ഞാൻ കുതിച്ചോടി. ഞാൻ എത്തിച്ചേർന്നത് അഴിമുഖത്തായിരുന്നു. എനിക്ക് താഴെ 20 അടി താഴെ കടൽ കാണുവാൻ സാധിക്കുമായിരുന്നു. അലയുലികളും ശീൽക്കാര ശബ്ദവും കേൾക്കാൻ സാധിച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല, ഞാൻ അവിടേക്ക് കുതിച്ചു ചാടി. പട്ടികളെയും കൊണ്ട് അവിടേക്ക് എത്തിയ ജനറൽ സറാഫ് അവിടെ നിന്നു. നീല വിരിച്ചു നടക്കുന്ന ആ താഴത്തെ ആ കടലിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് തലകുലുക്കി അദ്ദേഹം നിലത്തേക്കിരുന്നു. അദ്ദേഹത്തിന്റെ ഫ്ലാസ്കിൽ നിന്നും അദ്ദേഹം ചൂട് കാപ്പി ഒഴിച്ചു കുടിച്ചു. അതിനുശേഷം തിരികെ അദ്ദേഹത്തിന്റെ മാളികയിലേക്ക് മടങ്ങി. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് വിഭവസമൃദ്ധമായ അത്താഴം തന്നെയായിരുന്നു ഒരുക്കി വെച്ചിരുന്നത്. അദ്ദേഹം കഴിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ടേബിളിന് മുന്നിലിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ അരക്കുപ്പി ഷോവർട്ടൺ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു ഗ്ലാസ് അദ്ദേഹം ഒഴിച്ചു. എന്നാൽ അദ്ദേഹത്തിന് 2 വിഷമങ്ങളായിരുന്നു അലട്ടിയിരുന്നത്. 1, ഐവയ്ക്ക് പകരക്കാരനെ കണ്ടെത്തുക. 2, തന്റെ ഇര തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ 2 അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. തീർച്ചയായും ആ അമേരിക്കക്കാരൻ നല്ല പോലെ കളിച്ചിരുന്നില്ല. അത്താഴം കഴിച്ചുകൊണ്ട് ജനറൽ സറാഫ് അങ്ങനെ ചിന്തിച്ചു നിന്നു. പിന്നീട് ജനറൽ സറാഫ് അവിടെ നിന്ന് നടന്നു പോയത് തന്റെ ലൈബ്രറിയിലേക്കായിരുന്നു. ലൈബ്രറിയിൽ ഇരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജനറൽ സറാഫ്. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം നടന്നു പോയത് അയാളുടെ കടക്കമുറിയിലേക്കാണ്. ജനറൽ സറാഫ് ആകെ തളർന്ന് ക്ഷീണിച്ചിരുന്നു. അദ്ദേഹം ലൈറ്റ് ഇടുന്നതിന് മുന്നേ ചന്ദ്രന്റെ നിലാവിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ ജനാലയ്ക്കരികിലേക്ക് നടന്നു. അവിടെ താഴെ കളിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ വേട്ടപ്പട്ടികളെ അദ്ദേഹം നോക്കി നിന്നു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അടുത്ത തവണ കൂടുതൽ ഭാഗ്യം ഞാൻ നേരുന്നുവെന്ന്. പിന്നെ അയാൾ തിരികെ മടങ്ങി വന്നു. അയാളുടെ ലൈറ്റ് ഓൺ ചെയ്തു. ആ വെളിച്ചത്തിൽ തന്റെ ജനാലയുടെ കർട്ടന്റെ മറവിൽ മറഞ്ഞിരുന്ന ഒരാളുടെ രൂപം അയാൾ കാണുവാൻ ഇടയായി. റെയിൻസ്ഫോർഡ്, താങ്കളോ? അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ചു. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? ഞാൻ പറഞ്ഞു, നീന്തിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. കാട്ടിൽ കൂടി നടക്കുന്നതിനും വേഗത കൂടുതൽ നീന്തി വരുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ജനറൽ ശ്വാസം അടക്കി പിടിച്ച് പുഞ്ചിരിച്ചു. നിങ്ങളെ അഭിനന്ദിക്കുന്നുവെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ കളി ജയിച്ചിരിക്കുന്നുവെന്ന്. എനിക്ക് ചിരി വന്നില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും എതിർക്കപ്പെടേണ്ട മൃഗമാണെന്ന്. അതിനുശേഷം ജനറൽ പറഞ്ഞു, ശരിക്കും എങ്കിൽ എൻ്റെ വേട്ടപ്പട്ടികൾക്ക് ഇരയാകാൻ നീ ഒരുങ്ങിക്കോളൂ. ഇനിയും നമ്മളിൽ ഒരാൾ മാത്രമേ കാണുകയുള്ളൂ. ഒന്നുകിൽ നീ വേട്ടപ്പട്ടികൾക്ക് അത്താഴമാകും, അല്ലെങ്കിൽ നീ ഈ സുഖമായ മെത്തയിൽ ഉറങ്ങും. റെയിൻഫോർഡ് തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്ക് അദ്ദേഹത്തിന്റെ നേരെ ചൂണ്ടി വെട്ടിയുതിർത്തു. അതിനുശേഷം ആ പതുപതുത്ത മെത്തയിൽ അദ്ദേഹം കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അത്താഴം കഴിക്കാൻ കയറുന്നതിന് മുന്നേ തന്നെ ജനറൽ സറാഫ് തന്റെ കൈവശം ഉണ്ടായിരുന്ന റിവോൾവർ മാറ്റിവെച്ചിരുന്നു. അദ്ദേഹം കാണാതെ തന്നെ ആ റിവോൾവർ ഞാൻ കൈക്കലാക്കിയിരുന്നു. ആ റിവോൾവർ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുറിയിൽ ഞാൻ കാത്തിരുന്നത്, അദ്ദേഹത്തിന്റെ വരവിന് വേണ്ടി. അദ്ദേഹത്തിന്റെ സംസാരം പറഞ്ഞു തീർന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നെഞ്ചിനു നേരെ ഞാൻ റിവോൾവർ ചൂണ്ടി ഒട്ടും അമാന്തിക്കാതെ കാഞ്ചി വലിച്ചിരുന്നു. കാരണം ചിന്തിക്കുവാൻ സമയം കൊടുത്താൽ അദ്ദേഹം മറ്റെന്തെങ്കിലും വിദ്യ കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആദ്യ വെടി തന്നെ തറച്ചു കയറിയത് അവന്റെ ഹൃദയത്തിലേക്കാണ്. 2ാമത്തെ വെടിയും ഞാൻ ഉതിർത്തിരുന്നു. അതോടെ ജനറൽ സറാഫ് അവിടെ മരിച്ചു വീണു. അദ്ദേഹത്തിന്റെ രക്തത്താൽ ആ തറ നനഞ്ഞു കഴിഞ്ഞിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റായും ലൈക്കായും രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു കഥയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.